പ്രൈസ് ദി ലോർഡ്. Praise the Lord. എല്ലാ ദൈവമക്കൾക്കും പ്രഭാത വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. सभी परमेश्वर के लोगों को सुबह की प्रेम वंदना मैं आपको देता हूँ. ഇതിൽ മാന്യനും ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ദീപു, അദ്ദേഹത്തിന്റെ ഫാമിലി, हालेलुया. आज सुबह इस परमेश्वर में आदरणीय प्रभु के दास हालेलुया परमेश्वर पास्टर दीपू और उनका परिवार, ഈ മീറ്റിംഗ് ശ്രദ്ധിക്കുന്ന അനുഗ്രഹീതരായ കർത്താവിന്റെ ദാസന്മാർക്ക് ഞാൻ വന്ദനത്തെ അറിയിക്കുകയാണ്. और इस सभा में जुड़े हुए प्रभु के आशीषित दासों के लिए मैं प्रभु को धन्यवाद देता हूँ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഒന്നിച്ചു ചേരുവാൻ കർത്താവ് ഈ ധരയിൽ നൽകിയ അവസരങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. एक और बार इस प्रकार एक साथ आने का अवसर जो परमेश्वर ने हमें दिया है उसके लिए मैं परमेश्वर को धन्यवाद देता हूँ. കർത്താവ് നമ്മെ ഒന്നിച്ച് അനുഗ്രഹിക്കട്ടെ. परमेश्वर हम सबों को एक साथ आशीषित करने पाए. ഈ പകൽ വ്യത്യസ്തമായ ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നത്. और आज सुबह एक अलग एक संदेश को लेकर आपके बीच में मैं आया हूँ. ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് എന്നുള്ളതാണ് ഇന്നത്തെ സന്ദേശം. और आज का संदेश जो है हमारी आर्थिक आशीषें, उस विषय के बारे में मैं बताऊंगा. അനുഗ്രഹം എന്ന വാക്കിന് ഫുൾ പ്രൊട്ടക്ഷൻ എന്നാണ് അർത്ഥം. और आशीष जो शब्द है उसका अर्थ है कि संपूर्ण सुरक्षा. ഫിസിക്കൽ ബ്ലെസ്സിംഗ്, മെന്റൽ ബ്ലെസ്സിംഗ്, ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ്, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. शारीरिक, भौतिक, आत्मिक हालेलुया आशीषों के बारे में बताया गया है. ഇതാണ് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ये सब कुछ हालेलुया परमेश्वर के वचन में से हम इन आशीषों के बारे में देख सकते हैं. വേദപുസ്തകം ദൈവത്തിന്റെ വചനം നമുക്ക് ഫുൾ പ്രൊട്ടക്ഷൻ ആണ് നൽകുന്നത്. और परमेश्वर का वचन जो है हमारे जीवन में संपूर्ण सुरक्षा को प्रदान करती है. ആ സന്ദേശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. उन संदेशों की ओर मैं प्रवेश करना चाहता हूँ. അതിനു മുമ്പ് തന്നെ ഞാനൊരു വാർണിംഗ് നൽകുകയാണ്. और उससे पहले ही एक चेतावनी मैं आपको देना चाहता हूँ. നാം ഇവിടെ ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്ന് നാം പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുകയുമില്ല. इस दुनिया में जब हम आए थे तो कुछ लेकर नहीं आए, वैसे ही जब यहाँ से हम जाएंगे तो कुछ लेकर भी नहीं जाएंगे. രണ്ടാമത്തെ വാർണിംഗ്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. और दूसरा चेतावनी आपको मैं देना चाहूंगा कि लोभ जो है वो हर एक प्रकार के पाप का जो शुरुआत है. പിന്നെ എങ്ങനെയാണ് നാം ഇതിനെ സമീപിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. फिर मैं आपको बताऊंगा कि हालेलुया ये सब कुछ रहते हुए भी हम इसके इन आशीषों को कैसे पा सकते हैं. സന്ദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. हम अपने संदेश की ओर प्रवेश करेंगे. ഫിലിപ്പ് ലേഖനം 4-18 വാക്യങ്ങൾ. फिलिपियों की पत्री 4 अध्याय 18वें और 19वें पद को हम पढ़ेंगे. വായിക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായി യാഗമായി എപ്പഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. 19वां पद कहता है, मेरा परमेश्वर भी अपने उस धन के अनुसार जो महिमा सहित मसीह यीशु में है तुम्हारी हर एक गति को पूरी करेगा. ഈ പകൽ പറയുന്നത് പൗലോസും പണവും. और यहाँ पर बताया गया है पौलुस और पैसा, യേശുവും പണവും, और यीशु मसीह और धन, പരിശുദ്ധാത്മാവും പണവും, पवित्र आत्मा और धन, നിങ്ങൾ നിങ്ങളുടെ പണവും, और आपके धन. സന്ദേശങ്ങളിലേക്ക് കിടക്കുന്നു. संदेश की ओर मैं प्रवेश करता हूँ. അതിന് എനിക്കൊരു ഒരു ഫൗണ്ടേഷനായ ഒരു വാക്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. इसके लिए आधार में एक और वचन जो मैं आपको बताना चाहूंगा. ഈ സന്ദേശത്തിന്റെ ഫൗണ്ടേഷൻ വാക്യമാണിത്. और इस वचन का आधार या एक बुनियादी वचन है ये. 27 സങ്കീർത്തനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 27वें भजन संहिता में इस प्रकार का एक वचन हम देखते हैं. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. जीवितों के देश में अगर मैं ये विश्वास ना करूं कि भलाई को देखूंगा तो वो मेरे लिए मुझ पर हाय. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. वचन कहता है यदि मुझे विश्वास ना होता कि जीवितों की पृथ्वी पर यहोवा की भलाई को देखूंगा तो मैं मूर्छित हो जाता. മലയാളത്തിൽ ഒരു പാട്ടിങ്ങനുണ്ട്. मलयालम में एक गीत ऐसा है, ലോകെ അലഞ്ഞു വലഞ്ഞു ഞാൻ വീടോടടുക്കും. दुनिया में हालेलुया इधर उधर भटक कर फिर मैं अंत में अपने देश की ओर पहुंचूंगा. കർത്താവിന് ഒരു കുഴപ്പമില്ല. परमेश्वर को कोई दिक्कत नहीं है. നീ എങ്ങനെയാണേലും അവിടെ ചെന്നാ മതി. आप जैसे भी हो आपको वहां पहुंचना है.
അവിടെ വന്നതിന് ശേഷം കർത്താവ് ആളെ റെഡിയാക്കിയിരിക്കും. देखो वहां पहुंचने के बाद परमेश्वर आप ही आपको सही कर देंगे. സമ്പന്നനായിരുന്നു അബ്രഹാം. अब्राहम बहुत ही धनी व्यक्ति था. അബ്രഹാം പർദീസയിലുണ്ട്. अब्राहम उस परदेश में है. ദാരിദ്ര്യത്തിന് PhD എടുത്തയാളാണ് ലാസർ. और गरीबी में PhD किया हुआ व्यक्ति है लाजर. പക്ഷെ ലാസർ ഇരിക്കുന്ന അബ്രഹാമിന്റെ മടിയിലാണ്. मगर ये लाजर जो है वो अब्राहम पिता के गोदी में बैठा है. അതിന് വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, അവൻ യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. वचन इस प्रकार कहता है कि वो यहोवा भक्तों में से छोटे बड़े सबों को आशीषित करता है. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് ഞാൻ ഈ സന്ദേശം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. एक और वचन पढ़ के मैं संदेश को शुरू करूंगा. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് 112 സങ്കീർത്തനമാണ്. और 112वें भजन संहिता में लिखा है कि हालेलुया, यहोवा की आज्ञाओं पर जो अति प्रसन्न रहते हैं वो व्यक्ति धन्य है. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. यस, उसके संतान ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. आमीन. उसके संतान पृथ्वी पर आशीषित रहेंगे. हालेलुया, देश में हालेलुया वे लोग आशीषित रहेंगे. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. आमीन. हालेलुया, वो धन संपत्ति उसके पास हमेशा बनी रहेगी. ഇനി അടുത്തൊരു ഭാഗം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, अगला पद जो मुझे आपको बताने के लिए है, ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണ പാസ്റ്റർമാർ പറയാനുള്ള ഒരു വാക്യമുണ്ട്. और आर्थिक विषयों के बारे में जब बताया जाता है तो पास्टर लोग आम रीति से जो कहते हैं, ആ വാക്യം ഫിലിപ്പ് ലേഖനം 3-11 വാക്യമാണ്. फिलिपियों की पत्री 3 अध्याय उसका 11वां पद है. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറം നിന്നു. वचन कहता है कि ताकि मैं उसको और उसके मृत्युजय की सामर्थ को और उसके साथ दुखों में सहभागी होने के मर्म को जानूं और उसकी मृत्यु की समानता को प्राप्त करूं, कि मैं किसी भी रीति से मरे हुओं में से जी उठने के पद तक पहुंचूं. സാധാരണ പാസ്റ്റർമാർ പറയുന്നത് ചപ്പെന്നും ചവറൊന്നും എണ്ണിയെന്നാണ് പറയുന്നത്. और हालेलुया, परमेश्वर के दास लोग कहते हैं कि सब कुछ को मैंने हालेलुया तुच्छ जाना है. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിലില്ല. देखो ऐसा कोई पद जो है वचन में नहीं है. ചപ്പെന്നും ചവറൊന്നും ഒരു വാക്യം വേദപുസ്തകത്തിലില്ല. यस, परमेश्वर के वचन में हालेलुया कूड़ा कचड़ा करके हालेलुया ऐसा कोई एक वचन या पद कहीं हम देखते नहीं है. ചവറം എണ്ണേ ഉള്ളൂ. सब कुछ तुच्छ जाना है करके वचन कहता है. ഇത് പറയുന്ന പാസ്റ്റർമാർ ഈ വാക്യം വായിച്ചിട്ടില്ല, അതാണ് വിഷയം. जो पास्टर लोग इस वचन में से मनादी करते हैं उन्होंने अच्छे से इन वचनों को पढ़ा नहीं है. പൗലോസിനെ ഉപയോഗിച്ചാണ് ഈ ഒരു സാമ്പത്തിക വിഷയത്തോട് ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിക്കുന്നത്. പൗലോസിനെ വെച്ചുകൊണ്ടാണ്. देखो पौलुस को लेकर परमेश्वर के दास लोग अधिकतर आर्थिक विषयों के विरोध में वो बात करते हैं. ഞാനിന്ന് തെളിയിക്കാൻ പോകുന്നത് പൗലോസ് സമ്പന്നനായിരുന്നു. मगर मैं इस बात को साबित करने जा रहा हूं कि पौलुस एक धनी व्यक्ति था. പൗലോസ് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് സമ്പന്നനായിരുന്നെന്നല്ല ഞാൻ തെളിയിക്കാൻ പോകുന്നത്. मैं ये साबित नहीं करूंगा कि विश्वास में आने से पहले पौलुस बहुत धनी था. വിശ്വാസത്തിൽ വന്നതിന് ശേഷം പൗലോസ് സമ്പന്നനായി മാറി. मगर विश्वास में आने के बाद भी हालेलुया पौलुस धनी हुआ है. വേദപുസ്തകത്തിന്റെ തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുകയാണ്. परमेश्वर के वचनों में से कुछ सबूत को मैं आपके आगे लेकर आना चाहता हूं. അതിന്റെ ഒന്നാമത്തെ തെളിവ് നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചാൽ ഈ 18 വാക്യത്തിൽ തന്നെ ഉണ്ട്. और बड़े ध्यान पूर्वक यदि आप पढ़ोगे तो उसके पहले पद उस 18वें पद में ही उसका सबूत हम देख सकते हैं. പൗലോസ് തന്റെ നാവ് കൊണ്ട് പറയുന്നു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. इसमें 18वें पद के शुरुआती भागों में पौलुस साफ साफ कहते हैं कि मेरे पास सब कुछ है. രണ്ടാമത്തെ വേർഡ് പറയുന്നത് സമൃദ്ധിയുമായും ഇരിക്കുന്നു. दूसरा पद वो कहते हैं कि वरन बहुतायत से भी है. നമുക്കും പറയാൻ പറ്റുമോ ഇപ്പോൾ വേണ്ടുന്നതെല്ലാം ഉണ്ടെന്ന്? अभी तो हम भी बोल सकते हैं कि हमारे पास सब कुछ है. ഓടിക്കാൻ വാഹനങ്ങളുണ്ട്, चलाने के लिए गाड़ी है, താമസിക്കാൻ വീടുണ്ട്, रहने के लिए घर है. അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഭവനത്തിലുണ്ട്. हमारे घर में जिन चीजों की जरूरत है हालेलुया सब कुछ है. പക്ഷെ അടുത്തൊരു വേർഡ് പൗലോസ് പറയുന്നു, ഞാൻ സമൃദ്ധിയുമായിരിക്കുന്നു. मगर अगला पद पौलुस कहते हैं कि मुझे बहुतायत से है. അല്ലാതെ പൗലോസ് വെറുതെ കീറ്റ തുണി ഉടുത്തുകൊണ്ട് നടന്ന ആളല്ല. देखो पौलुस जो है ऐसे फटे पुराने कपड़े पहनकर चलने वाला व्यक्ति नहीं था. ചിലർ പ്രസംഗിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പൗലോസ് ആകെ ഉണ്ടായിരുന്നത് പുതപ്പും ചർമ്മലിഖിതവും മാത്രമായിരുന്നു എന്ന്. और अनेक लोगों को प्रचार करते हुए मैंने इस प्रकार सुना है कि पौलुस के पास जो है एक ओढ़ने के लिए एक चादर और उसके हाथ में एक कलम रहती थी. അല്ലെന്ന് ഞാൻ തെളിയിക്കാൻ പോകുകയാണ്. मगर ऐसा नहीं है करके मैं आपको साबित करूंगा.
അടുത്ത വാക്ക് പറയുന്നു, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യമായ വാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യമായ യാഗമായി എപ്പഫ്രൊദീത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. अगले पद में फिर पौलुस कहते हैं कि जो वस्तुएं तुमने इफ्रोदितुस के हाथ से बेची थी उन्हें पाकर मैं तृप्त हो गया हूं, वह तो सुखदायक सुगंध और ग्रहण योग्य बलिदान है जो परमेश्वर को भाता है. അവിടെ ഒരു വാക്യമുണ്ട്, നിങ്ങൾ അയച്ചു തന്നത്. वहां पर एक पद इस प्रकार लिखा है कि जो तुमने बेची है. ആരാണ് പൗലോസിന് പൈസ അയച്ചു കൊടുത്തത്? पौलुस को किसने पैसा भेजा? അത് ഫിലിപ്പ് സഭയാണ്. वो फिलिप की कलीसिया थी. ഫിലിപ്പ് സഭയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിലാണ്. और फिलिप के कलीसिया के बारे में प्रेरितों के काम 16वें अध्याय में वो वचन हम देख सकते हैं. അവൻ ലുസ്രയിലും ദർബയിലും കൂടെ യാത്ര ചെയ്തു പൗലോസ്. और पौलुस लुस्रा और दर्दिया में से जब वो यात्रा कर रहे थे, ലുസ്രയിൽ വെച്ചാണ് തീമോഥെയോസിനെ പൗലോസിന്റെ കൂടെ കിട്ടിയത്. लुस्रा में जब वो पहुंचे तब हालेलुया तिमोथियोस उसके साथ होने के लिए मिला. ആസിയിൽ വചനം പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ आसिया में वचन प्रचार करने के लिए पवित्र आत्मा ने उन्हें रोका. ഫ്രുഗ്യദേശവും ഗലാത്യദേശവും കടന്ന് അവൻ മൂസിയിലെത്തി. इसलिए हालेलुया फुर्गिया के देश को पार करते हुए वो गलाती में पहुंच गए ബിഥുന്യയ്ക്ക് പോകുവാൻ ഭാവിച്ചു. और मकदुनिया जाने के लिए उन्होंने मन में सोचा. യേശുവിന്റെ ആത്മാവ് അവനെ വിലക്കി. यीशु की आत्मा ने फिर से उसको रोका. പ്രാർത്ഥിക്കാൻ പള്ളി ഉണ്ടാകുമെന്ന് വിചാരിച്ചു. उसने सोचा कि प्रार्थना करने के लिए एक अच्छा प्रभु का भवन उनसे मिल जाएगा, പള്ളി അവിടെ ഇല്ലായിരുന്നു. मगर वहां पर एक प्रार्थना का भवन नहीं था. എന്നാലും പുള്ളി പ്രസംഗിക്കാൻ തീരുമാനിച്ചു. मगर वहां पर भी उन्होंने प्रचार करने के लिए सोचा. പുഴവക്കത്ത് പോയി താൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. नदी के किनारे जाकर वो सुसमाचार सुनाने लगे. ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. लुदिया नाम की एक स्त्री के हृदय को परमेश्वर ने खोला. ഇന്ന് പലരും പ്രസംഗിച്ചു ഉള്ള പള്ളി അടയ്ക്കുമ്പോൾ और आजकल लोग प्रचार कर करके जितने परमेश्वर के भवन है उसको भी बंद कर देते हैं. പൗലോസ് പള്ളി ഇല്ലാത്ത സ്ഥലത്ത് പ്രസംഗിച്ച് പള്ളി ഉണ്ടാക്കുകയാണ്. मगर पौलुस ऐसा व्यक्ति था हालेलुया जहां पर परमेश्वर का भवन नहीं था वहां जाके प्रचार करके उसने नई कलीसिया शुरू कर दी. തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു വചനം പ്രസംഗിക്കുക എന്ന് പഠിപ്പിക്കുകയാണ്. परमेश्वर का वचन हमें सिखाता है कि हमें वचनों का प्रचार करना है. വചനം പ്രസംഗിക്കാൻ തയ്യാറുണ്ടെങ്കിൽ പള്ളി ഇല്ലാത്തിടത്ത് പള്ളി ഉണ്ടാകും. प्रचार करने के लिए अगर हम तैयार है तो जहां पर परमेश्वर के भवन ना भी हो वहां पर नए नए भवन हालेलुया परमेश्वर के नाम में खुलेंगे. ലുദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. അവളും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു. लुदिया के हृदय को परमेश्वर ने खोला और हालेलुया वहां पर परमेश्वर के भवन की शुरुआत हुई. വീണ്ടും പൗലോസ് യാത്ര ആരംഭിച്ചു. फिर से पौलुस यात्रा कर रहे हैं. ആ സമയം വെളിച്ചപ്പാടത്തെയായ ഒരു ലക്ഷണം പറയുന്ന ഒരു സ്ത്രീ പൗലോസിന്റെ പുറകിൽ വന്ന് അവരെ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ എന്ന് പറഞ്ഞ് പൗലോസിന്റെ പുറകെ വിളിച്ചു പറയാൻ തുടങ്ങി. तो कोई आगे को हम देखते हैं कि भावी कहने वाली हालेलुया एक स्त्री उनके पास आकर कहती है कि ये मनुष्य परम प्रधान परमेश्वर के दास हैं जो उद्धार का मार्ग की कथा सुनाते हैं. കാര്യം അവള് പറയുന്നത് കൃത്യം കാര്യമാണ്, കറക്റ്റ് ദൂതാണ്. देखो इस हालेलुया भावी कहने वाली स्त्री ने जो बातें बोली है बिल्कुल सही सही बातें उसने बोली है. നമ്മളായിരുന്നെങ്കിൽ ഒരു പരസ്യം കിട്ടുന്നതല്ലേ കിട്ടട്ടെന്ന് വിചാരിച്ച് ആ കോളറിലൊക്കെ പിടിച്ച് നമ്മൾ പതുക്കെ ഫ്രണ്ടേ നടക്കുമായിരുന്നു. अगर हम वहां पर होते पौलुस के जगह अगर हम होते तो हम सोचते कि चलो बहुत अच्छी बात है जो ये स्त्री हमारे बारे में बोल रही है, हालेलुया काफी घमंड के साथ हम आगे आगे फिर वहां चलते. പക്ഷെ പൗലോസ് ശ്രദ്ധിച്ചത് അവളുടെ വാക്കിലേക്കല്ല, അവൾ പറയുന്ന ആത്മാവിലേക്കാണ് ശ്രദ്ധിച്ചത്. मगर पौलुस ने जो ध्यान दिया उस स्त्री के मुंह से निकले हुए शब्दों की ओर नहीं, मगर किस आत्मा में वो बोल रही है उस आत्मा को उसने देखा. അവൾ വ്യാപരിച്ച ദുർഭൂതത്തെ പൗലോസ് തിരിഞ്ഞ് ശാസിച്ചു. देखो उस स्त्री के अंदर जो दुष्टात्मा थी उस दुष्टात्मा को मुड़कर उसने डांटा करके वचन कहता है. അന്ധകാര ശക്തികളെ ശാസിക്കാനുള്ള ദൈവശക്തി ദൈവം നിനക്കും കൈമാറാൻ പോകുകയാണ്. अंधकार की शक्तियों को आज्ञा देने के लिए एक अधिकार परमेश्वर आपको भी देने जा रहा है. പഴയ നിയമത്തിൽ ഒരു ശൗലുണ്ട്, पुराने नियम में एक शाऊल है, പുതിയ നിയമത്തിൽ ഒരു ശൗലുണ്ട്. नए नियम में भी एक शाऊल है. പഴയ നിയമത്തിലെ ശൗൽ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. पुराने नियम का शाऊल बिन्यामिन गोत्र का है. പുതിയ നിയമത്തിലെ ശൗലും ബെന്യാമിൻ ഗോത്രക്കാരനാണ്. नए नियम का शाऊल भी बिन्यामिन गोत्र का है. പഴയ നിയമത്തിലെ ശൗൽ ബെന്യാമിൻ ഗോത്രത്തിന് അപമാനമായിരുന്നു. पुराने नियम का शाऊल बिन्यामिन गोत्र के लिए एक निंदा का कारण बन गया. പക്ഷെ പുതിയ നിയമത്തിലെ ശൗൽ ബെന്യാമിൻ ഗോത്രത്തിന് അഭിമാനമായിരുന്നു. मगर नए नियम का शाऊल बिन्यामिन गोत्र के लिए एक आशीष का कारण हो गया. പഴയ നിയമത്തിലെ ശൗൽ വെളിച്ചപ്പാടത്തെ ആ ലക്ഷണം പറയുന്നവളുടെ അരികിൽ പോയി തന്റെ മേലുള്ള ആത്മാവിനെ കെടുത്തിയപ്പോൾ और पुराने नियम के शाऊल ने जब भावी कहने वाले स्त्री के पास जाकर अपने ऊपर की परमेश्वर की आत्मा को जब बुझा दिया,
പുതിയ നിയമത്തിലെ ശൗൽ വെളിച്ചപ്പാടത്തെ ലക്ഷണം പറയുന്ന ദുർഭൂതത്തെ ശാസിച്ചു. मगर नए नियम के शाऊल ने बावी कहने वाली उस स्त्री के अंदर में से उस दुष्ट आत्मा को निकाला। ഇവളുടെ മേൽ നിന്ന് ഭൂതം പോയപ്പോൾ देखो, इस स्त्री के ऊपर से जब दुष्ट आत्मा चली गई, ഇവൾ മുഖാന്തരം ലാഭം ഉണ്ടാകുന്നവർ പൗലോസിനെയും ശീലാസിനെയും എല്ലാം പിടിച്ചു. इस स्त्री के द्वारा अच्छे पैसे कमाने वाले जो लोग वहां पर थे, उन्होंने पौलुस और शिलास को पकड़ लिया, അവരെ കാരാഗ്രഹത്തിലിട്ടു. उन्हें बंदीगृह में डाल दिया। കൈകൾ ബന്ധിക്കപ്പെട്ടു, കാലുകൾ ബന്ധിക്കപ്പെട്ടു. हाथ पैर दोनों बांध दिए गए, പക്ഷെ അവർക്ക് ബന്ധനമില്ലാത്തൊരു നാവുണ്ടായിരുന്നു. मगर उनका एक जुबान था जिसमें कोई बंधन नहीं था। അവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. आत्मा में वे लोग प्रार्थना करने लगे, പ്രാർത്ഥന ആരാധനയായി മാറി. प्रार्थना उनकी आराधना में बदल गई। ആ സമയം സർവശക്തിയുള്ള ദൈവം ആ റൂമിൽ ഇറങ്ങി. उस समय सर्वशक्तिमान परमेश्वर उस कमरे में उतर कर आ गए। അവിടെ വാതിലുകൾ തുറന്നു എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. वचन हमें सिखाता है कि परमेश्वर के वहां पर वे द्वार जो थे बंद थे, वो खुल गए। ആരാധിച്ചത് രണ്ടുപേരാണെങ്കിലും आराधना केवल 2 लोगों ने किया, ആ ജയിലിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ കെട്ട് ഒന്നിച്ചഴിഞ്ഞു. मगर उस बंदीगृह में जितने लोग थे, सबों का बंधन एक साथ खुल गया। നീ ഒറ്റയ്ക്ക് നിന്റെ വീട്ടിലിരുന്ന് ആരാധിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ കെട്ടും കൂടെ അഴിയും. जब आप अकेले अपने घर में बैठकर प्रभु की आराधना करते हो, तो बाकी सबका भी बंधन खुल जाएगा। അന്ന് പോലീസ് ഓഫീസറെയും സ്നാനപ്പെടുത്തി. उस दिन वहां के पुलिस ऑफिसर को भी उसने बपतिस्मा दिलाया। നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യം ഒരു ബിസിനസ്സുകാരിയാണ് സ്നാനപ്പെട്ടത്. आप लोग देखेंगे, पहले एक बिजनेस व्यापार करने वाली एक स्त्री को उसने बपतिस्मा दिया। അതിനുശേഷം ഒരു ഭൂതം പിടിച്ചിരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ് സ്നാനപ്പെട്ടത്. और उसके बाद बावी कहने वाली एक साधारण स्त्री थी जिसके अंदर दुष्ट आत्माएं थी, मगर उसको उसने बपतिस्मा दिलाया। അവസാനമായി സകലരും സല്യൂട്ട് അടിക്കുന്ന ഒരു പോലീസ് ഓഫീസർ സ്നാനമേറ്റു. और आखिर में हम देखते हैं एक दरोगा जो हालेलुया सब लोग उसको सैल्यूट मारते थे, मगर उन्होंने भी परमेश्वर के सम्मुख आकर बपतिस्मा लिया। അങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള ആളുകൾ ചേർന്ന് ഒരു സഭയായി മാറി. इस प्रकार अनेक लोगों से मिला हुआ एक अच्छा आशीषित कलीसिया वहां पर बन गया। ഇത് യൂറോപ്പിലാണ് സംഭവം. यूरोप में ये घटना घट रही है। പൗലോസിന് പൈസ അയച്ചു കൊടുത്തത് पौलुस को जिन्होंने जो पैसे भेजे थे, യൂറോപ്പിൽ നിന്നായിരുന്നു. यूरोप में से वो पैसे आए थे। മക്കദോന്യക്കാർ എന്നെ സഹായിച്ചു, എന്റെ മുട്ടു തീർത്തു, നിങ്ങൾ അയച്ചു തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ധാരാളം സ്ഥലങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട്. परमेश्वर के वचन में अनेक जगहों में इस प्रकार हम देख सकते हैं जहां पर पौलुस कहते हैं कि मकदूनिया में से जो पैसे तुम लोगों ने मुझे भेजा है, वो मेरे जीवन की सारी कमी घटी को दूर किया है। പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ പറയുമായിരുന്നു ലണ്ടനിൽ നിന്ന് കാശ് വരുമെന്ന്. पहले हमारे गांव में ऐसे लोग बोलते थे कि हमारे लिए पैसा लंदन से आ रहा है। ഏകദേശം 2000 വർഷങ്ങൾക്ക് പുറകിൽ ലണ്ടനിൽ നിന്ന് കാശ് വന്നുകൊണ്ടിരുന്ന ആളാണ് പൗലോസ്. देखो, मगर करीब करीब 2000 साल पहले ही लंदन से पैसा लाने वाला व्यक्ति था पौलुस। വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? क्या आप लोग विश्वास कर सकते हैं? നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളിൽ നിന്ന് ദൈവം നന്മകളെ അയച്ചു തരും. आपके लिए भी परमेश्वर अलग अलग जगहों में से आपके जीवन के लिए भलाइयों को, आशीषों को प्रभु भेजेगा। നിങ്ങളുടെ തലമുറകളും ദേശങ്ങളിലൂടെ യാത്ര ചെയ്യും. आपके संतान भी अनेक राज्यों में से यात्रा करेंगे। വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നും ദൈവം നിങ്ങൾക്ക് നന്മകളെ നൽകി തരും. अलग अलग जगहों में से परमेश्वर आशीषों को, भलाइयों को प्रदान करेगा। കേരളക്കാർ രക്ഷപ്പെടാൻ കാര്യം ഇവിടുന്ന് കപ്പ പറിച്ചിട്ടൊന്നുമല്ല. देखो, केरला के लोग या केरला हालेलुया उन्होंने आशीष इसलिए नहीं पाई कि वहां पर जो हालेलुया रेतालू वगैरह जो होते हैं वो खाकर या वो उगाकर नहीं जिन्होंने आशीष पाई है। ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒക്കെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി കിടന്ന് നന്മകൾ അയച്ചത് കൊണ്ട് തന്നെയാണ് കേരളം ഉയരാൻ കാരണം. मगर आज भी केरला इतनी आशीषित इसलिए हुई है क्योंकि वहां के लोग विदेशों में जाकर पैसे कमाकर केरला में उन्होंने भेजा है। इसकी आशीष हम वहां देख सकते हैं। പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഇപ്പോ പൗലോസ് നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. पौलुस और हमारे बीच में क्या अलगदाई है वो मैं आपको बताऊंगा। ഇപ്പൊ ഞാനാണെന്ന് വിചാരിക്കാം. आप सोचे कि मेरे बारे में मैं बता रहा हूं। എനിക്കിപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ആന്റി ഒരു 10 ലക്ഷം രൂപ അയച്ചെന്ന് വിചാരിക്കാം. और आप ऐसा सोचे कि ऑस्ट्रेलिया में से एक आंटी ने मुझे 10 लाख रुपए भेजे। കടം ചോദിക്കരുത്, ആരും എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. यस, कृपया करके मुझसे कोई उधार मत मांगना। मैं ये उदाहरण है जो मैं आपको बता रहा हूँ। അവരുടെ ആ പൈസ എന്റെ കയ്യിൽ വന്നിരിക്കുന്നു. आप सोचे कि मेरे पास वो पैसे आ गए। പിറ്റേ ദിവസം അമേരിക്കയിൽ നിന്ന് ഒരു ആള് വിളിച്ചിട്ട് പറയാണ്,
പാസ്റ്റർ ഞാനൊരു 5 ലക്ഷം രൂപ അയക്കാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ കുറച്ച് പൈസ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. और अगले दिन आप सोचे कि अमेरिका से एक दूसरे भाई ने मुझे फोन करके मुझसे कहा कि पास्टर जी 5 लाख रुपए मैं आपकी सेवकाई के लिए देना चाहता हूं, आप उसके लिए बताएं मुझे. അപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്തായിരിക്കും അറിയാം? तो मैं उनको क्या बोलूंगा? എന്റെ പൊന്നച്ച കാശ് ഇങ്ങോട്ട് അയച്ചേക്കാം. मैं उनको बोलूंगा कि हाँ भाई साहब आप कृपया वो पैसा भेज दीजिए. ഞാനിവിടെ കരിഞ്ഞിരിക്കുകയാണ്. मैं तो बिल्कुल मुरझाया हूं, मैं बिल्कुल खत्म हो चुका हूं. ഒന്നും എന്റെ കയ്യിലില്ല. अभी तो मेरे पास 1 रुपए भी नहीं है. പക്ഷെ പൗലോസ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. मगर पौलुस यहाँ पर ऐसा नहीं कहता. പൗലോസ് ലണ്ടൻകാരോട് പറയാണ് ഇങ്ങോട്ട് ഇനി കാശ് അയക്കേണ്ട. पौलुस लंदन के लोगों से कह रहा है अब दोबारा तुम मुझे पैसे मत भेजना. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. अभी मेरे पास जो है सब कुछ है ഞാൻ സമൃദ്ധിയായിരിക്കുകയാണ്. और मैं बहुत आयत की उस आशीष में हूं. ഇങ്ങനെ പറയാൻ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം നൽകിയിരിക്കും. आमीन, हालेलुया. ऐसे बोलने के लिए परमेश्वर आपको भी एक अवसर देगा. പൗലോസ് എങ്ങനെയാണ് സമൃദ്ധമായി തീർന്നത്? पौलुस इस बहुतायत की आशीष में कैसे आया? ഒന്നാമത് ഞാൻ പറഞ്ഞു അവൻ അയച്ചു കൊടുത്ത പണം കൊണ്ട്. सबसे पहला मैंने आपको बताया उसको जो लोग पैसा बेचते थे. ഇനി പൗലോസിന്റെ പണം കയ്യിലേക്ക് വന്ന ഭാഗത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. अब पौलुस के हाथों में आए हुए पैसों के बारे में, हालेलुया, उसके बारे में मैं आपको बताऊंगा. 17-ാമത്തെ അധ്യായം തെസ്സലോനിക്കയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നു. हालेलुया. 17वें अध्याय प्रेरितों के काम हम देखते हैं थिस्सलुनीका में वो सेवकाई कर रहे थे. അവിടെ യാസോന്റെ ഭവനത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുകയാണ്. वहां पर यासोन के घर में वो प्रभु की सेवकाई कर रहे हैं. വീണ്ടും അവിടെ നിന്ന് യാത്ര ചെയ്ത് ബെരോവയിലെത്തി. वो आगे फिर यात्रा करके वो हालेलुया बरिया में पहुंच गया. ബെരോവയിലെ ആളുകളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് बरिया के लोगों के बारे में परमेश्वर का वचन जो हमें सिखाता है, അവർ തിരുവെഴുത്ത് അങ്ങനെ തന്നെ ഒന്ന് പരിശോധിക്കുന്നവരായിരുന്നു. और वहां के लोग ये जांचते थे कि परमेश्वर का वचन जो बताया जाता था उसको दोबारा वे जो लोग जांचने वाले लोग थे. അതിനുശേഷം എപ്പിക്യൂരിയനും സ്തോയിക്കനുമുള്ള അരയോപക കുന്നിൽ നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ട് 17-ൽ. और 17वें अध्याय में हम फिर देखते हैं कि अरियुपगुस नाम के एक जगह में वो प्रचार कर रहे हैं. 18-ാമത്തെ അധ്യായം കൊരിന്ത്യ സഭയുടെ സ്ഥാപനത്തെ നമ്മെ പഠിപ്പിക്കുകയാണ്. 18वें अध्याय में कोरिन्थ की कलीसिया की स्थापना के बारे में वो हमें सिखाता है. 19-ഉം 20-ഉം എഫെസോസിലെ ശുശ്രൂഷയാണ്. 19वां अध्याय और 20वें अध्याय में इफिसुस नगर में परमेश्वर के सेवकाई को वहां पर बताया गया है. 21-ൽ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ പൗലോസ് അന്തി ഉറങ്ങുന്നു. हालेलुया. 21वें अध्याय में पौलुस अपने घर में सोते हुए हम देख सकते हैं. 22-ൽ യെരുശലേമിൽ വെച്ച് പിടിക്കപ്പെടുകയാണ്. 22वें अध्याय में यरूशलेम में पौलुस फिर पकड़े जाते हैं. 23-ൽ താൻ ദൈവസഭയെ യെരുശലേമിൽ വെച്ച് താൻ പിടിക്കപ്പെട്ടതിന് ശേഷം 40-ലധികം പേരടങ്ങുന്ന ഒരു സംഘം തന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നത്, അവൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗം നാം കാണുന്നുണ്ട്. 23वें अध्याय में हम देखते हैं 40 से अधिक लोगों ने जब पौलुस को एक साथ पकड़ा और वे लोग यही ताक में थे कि हम पौलुस को खत्म कर देंगे. 24, 25, 26 അധ്യായങ്ങൾ ഫെലിസ്തിന്റെയും ഫെസ്തോസിന്റെയും അഗ്രിപ്പാവിന്റെയും അരികിൽ താൻ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. हालेलुया. हम 24, 25 और 26 अध्यायों में हम देखते हैं फेलिक्स और इस प्रकार के अनेक सम्राटों के सामने, अग्रिपा के सामने वो न्याय के लिए खड़े हैं. 24-ാമത്തെ അധ്യായത്തിൽ ഫെലിക്സിനരികിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ 24वें अध्याय में जब पौलुस को फेलिक्स के आगे जब उसका न्याय करने के लिए खड़ा कर रखा है, ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നുണ്ട് പൗലോസ് എന്തെങ്കിലും തരുമെന്ന് വിചാരിച്ച് ഫെലിക്സ് ഇവനെ വിളിച്ചു വരുത്തി പ്രസംഗം കേട്ടു. यस, फेलिक्स ने ऐसा सोचा कि पौलुस के हाथों से मुझे कुछ मिलेगा, इस उम्मीद के साथ पौलुस को अपने पास बुलाकर प्रचार सुनते हुए हम देख सकते हैं. അത് വാക്യം 26-ആണ്. वो 26वें पद में हम उस पद को देखते हैं. ഞാൻ ചോദിക്കട്ടെ, ഈ ചുമ്മാ കീറ്റ് തുണിയൊക്കെ കൊടുത്തോണ്ട് കയറി ചെല്ലുന്ന ഒരാള് അവിടെ നാട്ടിലെ രാജാവ് തന്നെ എന്തെങ്കിലും തരുമെന്ന് വിചാരിക്കുവോ? देखो, अगर फटा पुराना कपड़ा पहनकर अगर कोई व्यक्ति घूम रहा है तो क्या उस देश का राजा कभी उससे 1 रुपए की उम्मीद कर सकता है? ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അവന്റെ സെറ്റപ്പ് എന്താണെന്ന് നമുക്കറിയാം. एक व्यक्ति हमारे सामने जब आ जाते हैं उसको देखकर हालेलुया हम अच्छे से जान सकते हैं कि वो किस हालेलुया लेवल में जीने वाला व्यक्ति है. അപ്പൊ നാട്ടിലെ രാജാവ് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കത്തക്കവണ്ണമായിരുന്നു പൗലോസിന്റെ യാത്ര. यहां पर हम देखते हैं उस देश का राजा फेलिक्स जो राजा था उसने भी पौलुस के हाथों से कुछ पैसे लेने के लिए कुछ उम्मीद उसने अपने मन में रखा.
മാന്യമായ വസ്ത്രം ധരിച്ചായിരുന്നു താൻ യാത്ര ചെയ്തുകൊണ്ട് क्योंकि फिर पौलुस जो है हमेशा अच्छे सज धज कर अच्छे कपड़ों में वो यात्रा करते थे। നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നതോ अच्छी गाड़ी में यात्रा जो हम करते हैं, നല്ല ഭവനത്തിൽ പാർക്കുന്നതോ अच्छे अच्छे घरों में जो हम रहते हैं, ഭക്ഷണം കഴിക്കുന്നതോ अच्छा भोजन जो हम करते हैं, നല്ല വസ്ത്രം ധരിക്കുന്നതോ अच्छे वस्त्रों को जो हम पहनते हैं, ഇതിനൊന്നും ദൈവം എതിരല്ല. परमेश्वर इसके विरुद्ध में नहीं है। നീ മാന്യമായി ജീവിക്കുന്നത് തന്നെയാണ് കർത്താവിന് ഇഷ്ടം. यस, परमेश्वर यही चाहते हैं कि आप आदर योग्य जीवन जिए। ഒരു ആമേൻ നിങ്ങൾ പറഞ്ഞേരെ. आप आमेन बोल दे। आमेन। 27ാമത്തെ അധ്യായം അദ്രിക്കടലിൽ അലയുകയാണ്. और 27वें अध्याय में हालेलुया हम जानते हैं कि वो उस जहां समुद्र में भटक रहे हैं। 28ാമത്തെ അധ്യായത്തിൽ മെലീത്ത ദ്വീപിലേക്ക് നീന്തി കയറുകയാണ്. 28वें अध्याय में माल्टा द्वीप में वे लोग प्रवेश करते हैं। രക്ഷപ്പെട്ടതിന് ശേഷം ദ്വീപിന്റെ പേര് മെലിത്ത എന്ന് ഗ്രഹിച്ചു. देखो वहां पर बचकर जब वो उस द्वीप में पहुंचे तब उन्हें समझ आया कि उस द्वीप का नाम माल्टा है। രക്ഷപ്പെട്ടെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഒരു ശക്തി ആ ദ്വീപിൽ ഉണ്ടായിരുന്നു. बचने के बावजूद भी एक शक्ति उस देश में थी जो उन्हें बचने नहीं दे रही थी। മിക്ക ദേശങ്ങളിലും ഉണ്ട് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഒരു ശക്തി. देखो अनेक देशों में हम ऐसी एक ताकत को देख सकते हैं जो बचने नहीं देती। ഈ പാർക്കുന്നിടത്ത് രക്ഷപ്പെടാൻ അനുവദിക്കാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അതിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള ദൈവിക അഭിഷേകം ദൈവം നിനക്ക് കൈമാറാൻ പോകുകയാണ്. यदि आपके देश में भी ऐसी कोई अंधकार की शक्ति है जो आपको बचने की अनुमति नहीं दे रहा हो, आपको खत्म करने की कोशिश करता हो, मगर परमेश्वर उसको जीतने का एक अभिषेक आपको देने जा रहा है। പേര് നീതി ദേവി എന്നാണെങ്കിലും ചെയ്യുന്നത് അനീതിയാണ്. देखो न्याय देवी करके उसको कहा गया है, मगर जो काम वो कर रही है वो अन्याय के काम है। പല പേരിലും ദൈവമാരും ദേവന്മാരും ഉണ്ട്. പക്ഷേ ആ ദേശങ്ങളിലൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിരിക്കും. अलग अलग नामों में देवी देवताओं को हम देख सकते हैं, मगर उनके बीच में भी परमेश्वर आपकी रक्षा सुरक्षा करेगा। ആ മെലിത്തയിലേക്ക് പൗലോസ് നീന്തിയാണ് കയറുന്നത്. देखो माल्टा के उस द्वीप में पौलुस जो है तैरते हुए प्रवेश कर रहे हैं। പൗലോസിന്റെ മൊബൈൽ ഫോൺ വെള്ളത്തിൽ പോയി. पौलुस का मोबाइल फोन जो था वो पानी में चला गया। അവന്റെ പ്രോഗ്രാം ഡയറി വെള്ളത്തിൽ പോയി. प्रोग्राम डायरी जो पौलुस की थी वो भी पानी में चला गया। പാസ്റ്റർമാരെ കൊണ്ട് നടക്കുന്ന വലിയ ബാഗ് പോലത്തെ അവന്റെ ബാഗ് വെള്ളത്തിൽ പോയി. पास्टर लोग जैसे एक बड़ा झोला या एक बैग लेकर घूमते हैं, वैसा बैग भी पौलुस के पास था, वो भी पानी में चला गया। പലരും ധാരണ ഫോണും എന്താ പറയുന്നത് ഈ ഡയറിയൊക്കെ ഉള്ളത് കൊണ്ടാണ് പ്രോഗ്രാം ഉള്ളതെന്നാണ് വിചാരം. हालेलुया। अनेक लोग सोचते हैं कि हमारे पास फोन और डायरी है, इस वजह से हमारे पास कार्यक्रम हमेशा रहेगा। നമ്മുടെ ദൈവം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അനുഗ്രഹം. मगर मैं कहना चाहता हूं हमारा परमेश्वर हमारे साथ है प्रियो, उसी वजह से हम आशीषित होते हैं। നീന്തി കയറിയവരിൽ നിന്ന് അവിടെ ദേശവാസികളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. देखो इन लोग जो वहां पर बच के उस द्वीप में पहुंच गए, वहां के लोगों ने इनसे कुछ भी उम्मीद नहीं की। അവർ ഒരു അസാധാരണ ദയ കാണിച്ചെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. मगर परमेश्वर का कलाम हमें सिखाता है कि वहां के लोगों ने इन पर दया की। അവർ തീ കൂട്ടി ഇവരെ സംരക്ഷിക്കുകയാണ്. और वहां पर उन्होंने आग लगाकर ठंड में से उनको वो बचा रहे हैं। അല്ലെങ്കിലും തണുത്തു വരുന്നവർക്ക് ആവശ്യം തീയാണ്. देखो ആവശ്യം जो लोग ठंड में से होकर आते हैं उनको गर्माहट की जरूरत होती है। ഓരോരുത്തർക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. हर एक लोगों के जीवन में किस चीज की जरूरत है प्रियो, उसको जान समझकर हालेलुया हम उनके लिए करें। തണുത്തിരിക്കുന്നവർക്കൊക്കെ ആവശ്യം തീയാണ് വേണ്ടത്. जो लोग ठंडे या उस ठंड के अनुभव में जो लोग आते हैं उनको आग की जरूरत होती है। ആത്മീയമായി തണുത്തിരിക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യം അഭിഷേകത്തിന്റെ തീയാണ്. परमेश्वर के प्रियो आत्मिक तौर से भी यदि कोई उस ठंडेपन में मुरझाए हुए या फिर हालेलुया ठंड के अनुभव में जमे हुए लोग अगर कोई है, उनको भी आग की जरूरत है। പൗലോസ് ആ ദ്വീപിൽ താമസിക്കുമ്പോൾ पौलुस जब उस द्वीप में रह रहे थे, ദ്വീപ് പ്രമാണിയുടെ വീട്ടിൽ ഒരു വിരുന്ന്. देखो उस हालेलुया वहां के जो प्रधान था उस देश का, वो उसके घर में उसको भोज के लिए बुलाया। ആ വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷിക്കുമ്പോൾ उस घर वालों के बारे में जब हम देखते हैं, അദ്ദേഹത്തിന്റെ പിതാവ് അകത്ത് പനിയായി ഭാരപ്പെട്ട് കിടക്കാണ്. അതിസാരവും പനിയും പിടിച്ചു കിടക്കുന്നു. और वहां के उस टापू का जो प्रधान था उनके पिताजी जो है काफी बीमारी में से होकर गुजर रहे थे। വേദപുസ്തകത്തിൽ രോഗത്തിന് 8 കാരണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. पवित्र शास्त्र में बीमारी आने के पीछे 8 वजह है करके हमें सिखाती है.
പിശാച് അകത്തിരുന്നിട്ട് സ്രാവക്കാരി സ്ത്രീക്ക് രോഗം വന്നു. देखो शैतान अंदर रहकर उस स्त्री के शरीर में बीमारी आई जिसके शरीर से 12 साल से लहू बहता था. പിശാച് ഫൈറ്റ് ചെയ്ത് ഇയ്യോബിന് രോഗം വന്നു. शैतान ने लड़कर अय्यूब के जीवन में बीमारी को लेकर आया. മിസ്രൈമിൽ ബാധ മൂലം രോഗം ഉണ്ടായി. मिस्र देश में विपत्तियों के द्वारा बीमारियां आई. കർത്തൃമേശ അയോഗ്യമായി എടുത്താൽ രോഗിയായി തീരുമെന്ന് ദൈവത്തിന്റെ വചനം. प्रभु बोझ कहता है, प्रभु बोझ में अगर अनुचित रीति से हम शामिल होते हैं तो बीमार या रोगी हो जाएंगे. പ്രകൃതിയുടെ മാറ്റങ്ങൾ മൂലം രോഗം ഉണ്ടാകും. प्रकृति में जो बदलाव होता है उसके वजह से भी बीमारियां आ सकती है. അതിനുള്ള തെളിവാണ് ഈ മനുഷ്യന് ഇപ്പോൾ രോഗമായി കിടക്കുന്നത്. देखो ये सबूत है जो ये व्यक्ति यहाँ पर अभी बीमार है. അതിസാരം ഈ അതിശൈത്യം ഉണ്ടായെന്നാണ്. സാധാരണ ശൈത്യത്തെക്കാൾ അതിശൈത്യമായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. और वहां पर लिखा है कि जो ज्वर है जो बहुत ही कठिन था उस समय उसके पिताजी को लगा. അതുകൊണ്ട് ആ മനുഷ്യൻ, ആ പ്രായമുള്ള മനുഷ്യൻ സഹിക്കാൻ പറ്റിയില്ല, അദ്ദേഹം രോഗിയായി മാറി. देखो हालेलुया, वहां वचन कहता है कि उसको ज्वर और आव लहू से रोगी होना पड़ा. രോഗത്തിന് ഏതാണ് കാരണമെങ്കിലും बीमारी के पीछे कोई सी भी वजह क्यों ना हो, അതിന് മരുന്ന് യേശുവിന്റെ നാമമാണ്. मगर उन सारी बीमारियों के लिए एक ही दवा है, वो है यीशु का नाम. അതിന്റെ മരുന്ന് യേശുവിന്റെ രക്തമാണ്. और उसके लिए एक ही दवा है, वो है यीशु का लहू. അവന്റെ രക്തത്തിന്റെ ശക്തി നിന്റെ ശരീരത്തിലും വ്യാപരിക്കാൻ പോകുകയാണ്. उसके लहू की सामर्थ आपके शरीरों में भी आने जा रही है. മറ്റ് ശുശ്രൂഷകളൊന്നും ചെയ്തില്ല, അവിടെ രോഗശാന്തി ശുശ്രൂഷയായിരുന്നു അധികം ചെയ്തത്. देखो वहां पर और अधिक सेवकाइयों को पौलुस ने नहीं किया, मगर सबसे ज्यादा बीमारियों के चंगाई का सेवकाई वहां पर निभाया. ഓരോ ദേശത്തിന് ഓരോ പ്രത്യേകതകളുണ്ട്. हर एक देश की अपनी अपनी खूबियां हैं. ഞാൻ തമിഴ്നാട്ടിൽ വേല ചെയ്തതാണ്. मैंने तमिलनाडु में प्रभु की सेवा की है. തമിഴ്നാട്ടിൽ വേല ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് പിശാചിന്റെ മേലുള്ള അധികാരമാണ് ആവശ്യം. वहां पर जब हम सेवकाई करते हैं तो सबसे ज्यादा दुष्टात्मा के ऊपर का एक अधिकार हमारे ऊपर होना चाहिए. പ്രാർത്ഥിക്കാൻ വരുന്ന മിക്ക ആളുകൾക്കും പിശാചായിരിക്കും, ഭൂതം പിടിച്ചിരിക്കുന്നവരായിരിക്കും. क्योंकि प्रार्थना करने के लिए जितने लोग आते हैं उनमें अधिकतर लोगों को दुष्टात्मा उनके अंदर रहती है. പക്ഷെ നമ്മൾ ഗൾഫിലേക്ക് ചെന്നാൽ, मगर जब हम गल्फ में जाते हैं അവിടെ നമുക്ക് കൂടുതൽ ആവശ്യമുള്ള ശുശ്രൂഷ വചന ശുശ്രൂഷയും വെളിപ്പാടിന്റെ പ്രവചന ശുശ്രൂഷയുമാണ് ആവശ്യം. वहां पर हमें सबसे ज्यादा प्रकाशन और वचन में से मनादी उसकी सेवकाई की जरूरत होती है. ഞാൻ പറയാൻ കാര്യം, मैंने ये इसलिए बताया, ഇവിടെ നിന്ന് ആൾക്കാരെ എല്ലാം ടെസ്റ്റ് ചെയ്താണ് അങ്ങോട്ട് കയറ്റുന്നത്. यहाँ से ही लोग हालेलुया सब कुछ अच्छे से जांच पड़ताल करने के बाद ही गल्फ में लोगों को या परमेश्वर के दासों को बुलाया जाता है. രോഗശാന്തിയുടെ ശുശ്രൂഷയായിട്ട് ചെല്ലുന്ന നിൽക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവിടുത്തെ ശുശ്രൂഷ ഇറച്ചില്ലെന്ന് വരും. हालेलुया वहां पर बीमारी की चंगाई का वरदान लेकर अगर उस गल्फ में सेवकाई के लिए जाएं तो हो सकता है वहां पर इतना ज्यादा सफल ना हो, കാര്യം അവിടെ രോഗികളെ അങ്ങോട്ട് കയറ്റുകയില്ല. क्योंकि बीमारों को तो वहां पर आना ही नहीं देते. പിന്നെ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നതേ ഉള്ളൂ. फिर वहां जाने के बाद इस प्रकार की कुछ बीमारियां आ सकती है. പക്ഷെ കേരളത്തിലാണെങ്കിൽ, मगर केरला की सेवकाई के बारे में अगर मैं बताऊं 4 കാലം നിൽക്കേണ്ടതായിട്ട് വരും. तो हमें 4 पैरों में खड़ा होना पड़ सकता है. എല്ലാ ശുശ്രൂഷയും ഒന്നിച്ച് ചെയ്തില്ലെങ്കിൽ ഇവിടെ മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല. यस, इसका मतलब है अगर हर एक वरदानों को इस्तेमाल करके आप केरला में सेवकाई नहीं कर सकते तो वहां पर आप सफल नहीं हो पाओगे. പക്ഷെ ഇവിടെ മെലിത്തയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, मगर माल्टा द्वीप की खासियत क्या है करके पूछा जाए, ഇവിടെ വ്യക്തികളെ രോഗിയാക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. यहाँ पर हम देख सकते हैं इस टापू में लोगों को बीमार करने वाली एक अंधकार की शक्ति है. ആ ശക്തിയെ ശാസിപ്പാനുള്ള അഭിഷേകം പൗലോസിന്റെ മേൽ ഉണ്ടായിരുന്നു. देखो उन बीमारियों को, उन रोग की आत्मा को डांटने का अधिकार पौलुस के ऊपर था. സാധാരണമായ രോഗശാന്തിയുടെ അഭിഷേകം ചിലരുടെ മേൽ ദൈവാത്മാവ് അയക്കാൻ പോകുകയാണ്. परमेश्वर अपनी हालेलुया हर एक बीमारियों के ऊपर उसको छंगा करने का एक वरदान कुछ लोगों को परमेश्वर आज के दिन देने जा रहा है. സൗഖ്യമാകുക മാത്രമല്ല, നീ ചിലരെ സൗഖ്യമാക്കാൻ പോകുകയാണ്. केवल आप अपने में छंगे नहीं रहोगे, मगर आप दूसरों को भी छंगे करने जा रहे हो. നാമത്തിൽ ആ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിക്കട്ടെ. यीशु के नाम में वो परमेश्वर की सामर्थ आपके ऊपर आने पाए. ഇങ്ങനെ സൗഖ്യമാകുന്ന വ്യക്തികൾ, ऐसे जो लोग छंगा हो रहे थे, അവർ വെറുതെ സൗഖ്യമായി പോവുക മാത്രമല്ലായിരുന്നു, केवल वे लोग छंगाई को पाकर ऐवी नहीं जाते थे, അവരുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ ഗിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. मगर जितने लोग छंगाई को पा रहे थे उन सबके हाथ में कुछ ना कुछ तोहफा रहता था. അവർ ഈ സൗഖ്യമായി തിരിച്ചു പോകുമ്പോൾ പൗലോസിന് ഈ ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് പോകുന്നത്. जब वे लोग छंगाई को पाकर वापस लौट रहे होते हैं उससे पहले पौलुस को ये तोहफा देकर जाते थे.
നമുക്കില്ലാത്തൊരു നല്ല സ്വഭാവമാണത്. हमारे अंदर जो ये अच्छी खूबी नहीं है, वैसे अच्छी खूबी उन लोगों के अंदर थी. ഈ ഗിഫ്റ്റ് കൊടുത്ത് ഇവർ തിരിച്ചു പോകും. ये लोग अपने अपने तोहफे जो लेकर आए हैं वो लोग पौलुस को देकर चले जाते थे. ഏകദേശം 3 മാസമാണ് പൗലോസ് ആ ദ്വീപിൽ തങ്ങിയത്. लगभग 3 महीने पौलुस इस द्वीप में रहे हैं. വന്നുകൂടിയ ഗിഫ്റ്റുകളെല്ലാം കൂട്ടി വെച്ചപ്പോൾ जितने तोहफे उसको इस दौरान मिले थे, जब सब कुछ इकट्ठा किया ഒരു കപ്പലിൽ കയറ്റാൻ മാത്രം ഉണ്ടായിരുന്നു. तो देखा कि इतने तोहफे पौलुस को मिल गए थे कि एक पूरा जहाज तोहफों से भर गया था. ദൂത് കേട്ടുകൊള്ളുക. आप इस वाणी को अच्छे से सुनिएगा. ചെന്ന് കയറിയത് നീന്തിയാണെങ്കിൽ देखो, जब पौलुस उस द्वीप में जो पहुंचे थे तैर कर, कुछ भी नहीं था, शून्य अवस्था में पहुंचे हैं, തിരിച്ചിറങ്ങുന്നത് കപ്പലിലാണ്. मगर वापस जो वहां से लौट रहे हैं अब एक बहुत ही बड़े जहाज में लौट रहे हैं. മെലീത്തയിൽ നിന്ന് അവൻ തിരിച്ചിറങ്ങുന്നത് കപ്പലിൽ മുഴുവൻ സാധനവുമായിട്ടാണ്. माल्टा से पौलुस जो वापस जा रहे हैं एक बहुत बड़े जहाज में पूरा जो तोहफे से भरा था उसके साथ वो लौट रहे हैं. അങ്ങനെ കപ്പലിൽ സാധനം വന്നു. इतने सामान उस जहाज में कैसे आए? ഇത് ഇവന്റെ മേൽ വ്യാപരിച്ച മിനിസ്ട്രി കൊണ്ട് വെളിപ്പെട്ടതാണ്. देखो, पौलुस के ऊपर जो सेवकाई प्रभु ने दी थी, उस सेवकाई का इस्तेमाल करके इन्होंने इन आशीषों को पाया है. നമ്മുടെ നാട്ടിലോട്ടൊക്കെ പാസ്റ്റർമാർ ഗൾഫിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പം हमारे केरला से पास्टर लोग जब गल्फ जाके वापस जब आते हैं, അവർ ടാറ്റാ സുമയുടെ മേളിൽ പെട്ടിയൊക്കെ വെച്ച് വരുന്ന കാണാൻ പറ്റും. टाटा सुमो जो गाड़ी होती है उसके ऊपर बहुत बड़ा अपना जो ट्रॉली है उसको रख के घर आते हैं. സാധാരണ ഈ പെട്ടിയൊക്കെ എടുത്ത് അകത്ത് വെക്കാനുള്ള ടാറ്റാ സുമയ്ക്കകത്ത് അതിനുള്ള ഇടം ഉണ്ട്. देखो, हालेलुया, टाटा सुमो जो गाड़ी इतनी बड़ी होती है कि अगर चाहे तो अपना बक्सा जो है गाड़ी के अंदर भी रख सकते हैं, പക്ഷെ അവരത് ചെയ്യല. मगर वे लोग वैसे करते नहीं है, दिखाने के लिए ऊपर रखते हैं. അവര് മേളിൽ വെക്കുള്ളൂ. वो दूसरों को दिखाने के लिए जानबूझ के ऊपर ही रखते हैं. നമ്മുടെ ദേവദാസന്മാരൊക്കെ ടാറ്റാ സുമയുടെ പൊക്കത്ത് പെട്ടിയായിട്ട് വരുമ്പോ हमारे परमेश्वर के दास लोग जब टाटा सुमो गाड़ी हायर करके किराए पे लेकर उसके ऊपर अपना बक्सा रख के जब घर आते हैं, പൗലോസ് മെലീത്തയിൽ നിന്ന് ഇറങ്ങുന്നത് കപ്പലിനകത്ത് സാധനവുമായിട്ടാണ്. आमेन. मगर पौलुस को देखो प्रियो, वो माल्टा द्वीप से जो निकला है एक पूरे जहाज को लेकर वो निकला है. യഥാർത്ഥമായി ദൈവിക ശുശ്രൂഷ അകത്തേക്ക് വ്യാപരിച്ചാൽ वास्तविक रूप में परमेश्वर की सेवकाई हमारे अंदर जब प्रकट हो जाती है കപ്പലിൽ സാധനം വീട്ടിൽ വരും. तो जहाजों में भी हमारे घर तक सामान आ जाएंगे. आमेन. ഞാൻ ഈ സന്ദേശം എന്തിനാ പറഞ്ഞെന്നറിയാമോ? मैं ये संदेश क्यों कह रहा हूं? ചിലരുടെ മിനിസ്ട്രിക്ക് വേണ്ടി, कुछ लोगों की सेवकाई के लिए വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ദൈവം നന്മകളെ അയക്കാൻ പോകുകയാണ്. अलग अलग राज्यों से, राष्ट्रों से परमेश्वर अपनी आशीषों को, भलाइयों को भेजने जा रहा है. ആവശ്യമുള്ളത് മുഴുവൻ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി അയക്കാൻ പോകുകയാണ്. आपके जीवन की जो कोई जरूरत क्यों ना हो, अलग अलग राज्यों से, राष्ट्रों से परमेश्वर उन जरूरतों को पूरा करने जा रहा है. ഞാൻ പ്രസംഗിച്ചത് വചനമാണ്. मैंने वचन में से मनादी की है. ഈ പൈസ കൊണ്ട് പൗലോസ് എന്ത് ചെയ്തെന്ന് ഞാൻ പറയാം. इन पैसों से पौलुस ने क्या किया वो भी मैं आपको बताऊंगा. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. वचन कहता है कि 2 साल अपने पैसों से हालेलुया खरीदे हुए या लिए हुए घर में उसने किराए पे अपना തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. देखो, जो कोई उसके पास आते थे उनको यीशु का सुसमाचार सुनाकर हालेलुया उनको परमेश्वर के बारे में बताकर इस प्रकार आगे बढ़ते गए. പൗലോസ് കൂലിക്ക് ഒരു വീട് വാങ്ങി. पौलुस ने क्या किया? किराए में एक घर लिया. എവിടെയാണെന്നറിയാമോ? कहां पे लिया है? റോമിൽ. रोम में. സാധാരണ ഇവിടെയൊക്കെ ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ 5000 രൂപ 7000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു സാധാരണ വീട് നമുക്ക് ഇവിടെ വാടകയ്ക്ക് കിട്ടും. यहाँ पर हम देखते हैं अगर हमारे पास 5000 या 7000 रुपए हो तो जहां हम रहते हैं वहां पर एक घर किराए पर आराम से ले सकते हैं. ആ സെയിം വീട് ട്രിവാൻഡ്രം ടൗണിലാണെങ്കിൽ അത് 15000 രൂപയാകും. मगर वही घर अगर ट्रिवेंड्रम में, केरला की बात करें तो ट्रिवेंड्रम जो सिटी है वहां पर लेना है तो वो 10,000 रुपए का खर्चा वहां पड़ेगा. ആ സെയിം വീട് ഡൽഹി ടൗണിലാണെങ്കിൽ അതിന് 30,000 രൂപ വരും. अगर वैसा ही घर दिल्ली शहर में अगर लेना हो किराए पे तो वो 30,000 का भी पड़ सकता है. പൗലോസ് വാടകയ്ക്ക് എടുക്കുകയോ സ്വന്തമായി വാങ്ങിക്കുകയോ ചെയ്ത ഒരു വീട്. देखो, ऐसा घर जो पौलुस ने किराए पे लिया है या शायद खरीद भी लिया होगा. അത് ഏറ്റവും ഉലകത്തിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പട്ടണമായ റോമിൽ അവനൊരു വീട് വാങ്ങി. देखो, उस समय पूरे दुनिया में सबसे हालेलुया प्रसिद्ध और सबसे बड़ा देश था रोम. वहां पर जाकर उसने वो घर लिया.
അവൻ കൂലിക്ക് വാങ്ങിയ വീടെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത്. वचन में हम देखते हैं कि उसने भाड़े के घर करके वहां पर लिखा गया है. 28 ലാസ്റ്റ് വാക്യങ്ങളാണത്, 29, 30 വാക്യങ്ങളാണത്. ये हालेलुया 28वें अध्याय, प्रेरितों के काम 28वें अध्याय के 29 और 30वां पद है जो मैं आपको बता रहा हूं. ജീവിതത്തിന്റെ അവസാനം വരെയും നന്മയുള്ളവനായിരുന്നു പൗലോസ്. കയ്യിൽ പണം ഉണ്ടായിരുന്നു. जीवन के अंतिम समयों तक पौलुस के हाथों में पैसा था. പിന്നെ നമ്മൾ പറയാറുണ്ട് കഷ്ടത, നഗ്നത, പട്ടിണി, ആപത്ത് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. फिर हम दोबारा एक वचन पौलुस का लेकर इस प्रकार बोलते हैं कि कष्ट, क्लेश, नंगापन, बीमारियां, ये सब बातें हम बताते हैं. ഇതെല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. ये सब लोगों के जीवन में आ सकता है. പൗലോസിന് ഉണ്ടായിട്ടുണ്ട്. पौलुस के जीवन में भी ऐसी अवस्थाएं आई हैं. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും അങ്ങനെ അല്ലായിരുന്നു. मगर जीवन के अंतिम समय तक उसकी जीवन की अवस्था वैसे नहीं थी. ചില സമയങ്ങളിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. देखो, जीवन में कभी कभार ऐसी परिस्थितियां भी आई हैं. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. हमारे जीवन में भी ऐसी अवस्थाएं आती हैं. അതുകൊണ്ട് അതൊരു ഉപദേശമായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. मगर उसको एक उपदेश के समान अपने जीवन में स्वीकार करने की जरूरत नहीं है. ഏത് സംഭവം ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെ ഫേസ് ചെയ്യാനുള്ള മനസ്സോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. जो कुछ हालेलुया जीवन में जो कुछ हमारे जीवन में घटता है, बड़े धैर्य के साथ, हिम्मत के साथ उसका हम सामना करें. ദൈവം നിന്നെ ഒരുപാട് ഉയർത്താൻ സാധ്യതയുണ്ട്. परमेश्वर आपको बहुत ज्यादा ऊंचा उठा सकता है. താഴെ പോയാലും मगर वहां से नीचे भी यदि गिर जाए, കർത്താവിന്റെ സാന്നിധ്യം വിട്ട് മാറാതെ ജീവിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. मगर केवल और केवल वे लोग हमेशा आशीषित रहेंगे जो परमेश्वर की उपस्थिति से अलग नहीं होते. അടുത്ത പദത്തിലേക്ക് ഞാൻ വരുന്നു, യേശുവും പണവും. अगले पद की ओर मैं आता हूं, यीशु और धन. യേശുവിന് ഈ ഭൂമിയിൽ ജീവിക്കാൻ പണം ആവശ്യമുണ്ടായിരുന്നു. यीशु मसीह को इस दुनिया में जीने के लिए पैसे की जरूरत थी. ഇതാണ് ഈ സന്ദേശത്തിലെ ഏറ്റവും പവറുള്ള സന്ദേശം. देखो, इस संदेश में सबसे सामर्थ्य संदेश यही है. യേശുവിന് നന്മ വേണമെങ്കിൽ നമുക്കും നന്മ ആവശ്യമുണ്ട്. अगर यीशु को धन की जरूरत पड़ी है तो हमें भी इस दुनिया में जीने के लिए पैसों की जरूरत है. എന്റെ ഷർട്ടിന് പോക്കറ്റ് ഉണ്ട്. मेरे शर्ट में एक पॉकेट है. നമ്മൾ പേഴ്സ് ഇങ്ങനെ കൊണ്ട് നടക്കുന്നവരാണ്. हम बटुआ ऐसे लेकर चलते हैं. ഈ പോക്കറ്റ് ഈ ശരീരത്തിൽ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല. अगर ये पॉकेट मेरे शरीर में है करके पूछे तो इसका तो मैं बोलूंगा कि नहीं. പക്ഷെ ഞാൻ എവിടെ പോണെങ്കിലും എനിക്ക് ഈ പോക്കറ്റ് വേണം. मगर मुझे जहां कहीं भी जाना है इस पॉकेट की जरूरत होती है. അത്രയും ജീവിതവുമായി അടുത്ത ബന്ധമുള്ള സാധനമാണ് പണം. क्योंकि हमारे जीवन के साथ उतना ही नजदीकी एक वस्तु है ये धन या पैसा. സ്വന്തമായ ഒരു ബാങ്ക് ഉണ്ടായിരുന്നയാളാണ് യേശു കർത്താവ്. यीशु मसीह के पास अपना खुद का बैंक भी था. സ്വന്തമായ ഒരു ബാങ്ക് യേശു കർത്താവിനുണ്ടായിരുന്നു. यीशु मसीह का अपना खुद का एक बैंक था. യേശു കർത്താവിന്റെ ബാങ്കിന്റെ പേരറിയാമോ? यीशु मसीह के बैंक का नाम आप जानते हैं? യൂദാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. यूदास कोऑपरेटिव सोसाइटी. നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ? आपने नहीं सुना होगा. യേശു കർത്താവിന്റെ പണം മുഴുവൻ സൂക്ഷിച്ചത് യൂദയായിരുന്നു. यस, यहूदा कोऑपरेटिव सोसाइटी, क्योंकि यीशु मसीह के पास जो भी पैसा था यहूदा नाम का उनका यीशु के चेले जो थे वो संभालते थे. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട്, നമുക്ക് അപ്പം വാങ്ങിക്കാൻ എത്ര പൈസ ഉണ്ടെന്ന് ചോദിച്ചു. एक दिन ऐसा हुआ कि यीशु ने उनसे पूछा कि हमारे पास कितने पैसे हैं, जल्दी बताओ क्योंकि हमें उसके अनुसार रोटी लेना है. അവര് പറഞ്ഞു 200 പണം ഉണ്ടെന്ന് പറഞ്ഞു. तो उन्होंने बताया कि हमारे पास 200 दिनार रखे हैं. എവിടെന്നാണ് ഈ 200 പൈസ? ये 200 दिनार कहाँ से आए? ഈ ശുശ്രൂഷയെല്ലാം കഴിയുമ്പോൾ ഓരോരുത്തർ പണം വന്ന് കൊടുക്കും. ഉടനെ കർത്താവ് അത് കയ്യിലേക്ക് വാങ്ങിക്കുകയല്ല, പുറകിൽ ആളുള്ളത് കൊണ്ട് കർത്താവ് പറയും അവരുടെ कइलेக்கு കൊടുത്തേക്കാൻ പറയും. देखो हालेलुया, हर सेवकाई हालेलुया होने के बाद लोग पैसे लाकर देते थे, तो यीशु मसीह बोलते थे कि मेरे हाथ में मत दो क्योंकि पीछे मेरा एक चेला है उसको दे दो. അപ്പൊ കർത്താവ് ചോദിച്ചു, നമ്മുടെ കയ്യിൽ ഇനി എത്ര രൂപയുണ്ട്? इसलिए यीशु ने उनसे पूछा कि आप बताओ कि हमारे पास कितने रुपए बचे हैं. പറഞ്ഞു 200 രൂപയുണ്ടെന്ന് പറഞ്ഞു. तो उस चेले ने बोला कि हमारे पास 200 दिनार बचे हैं. 200 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. 200 रुपए जब हम बोलते हैं तो आप बहुत ही कम समझते होंगे. യേശു കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുത്തത് 30 വെള്ളിക്കാശിനാണ്. यीशु मसीह को यहूदा ने जो धोखे में पकड़वाया केवल 30 उस चांदी के सिक्के में पकड़वाया. ആ പൈസ കൊണ്ട് പിന്നീട് ഒരു നിലം വാങ്ങിച്ചു. मगर हम वचन में देखते हैं कि जो पैसा उसको मिला था वो उन पैसों से उसने जाकर एक जमीन खरीद लिया. ഇപ്പൊ ഏറ്റവും കൂടുതൽ വില സിമിത്തേരിക്കാണ്. आजकल सबसे ज्यादा महंगा जमीन जो है वो शमशान घाट के लिए होता है. അങ്ങനെയാണെങ്കിൽ 6 സിമിത്തേരി വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു.
200 വെള്ളിക്കാശ് എന്ന് പറഞ്ഞു. तो इसका मतलब है 200 दिनार में 6 शमशान घाटों को या अपने लिए कब्रों को खरीद सकते थे. യൂദാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ യേശു കർത്താവിനെ 6 പ്രാവശ്യം ഒറ്റാനുള്ള പൈസ ഉണ്ടായി. इसका मतलब है यहूदा के भाषा में अगर बोला जाए तो यहूदा बोलेगा कि यीशु मसीह को 6 बार धोखा देने का पैसा उसके पास उस समय था. സ്വന്തമായി ബാങ്ക് കൊണ്ടു നടന്നയാളാണ് യേശു കർത്താവ്. യേശു മസീഹ് ഇന്നത്തെ പോലെ എടിഎം കാർഡോ സൗകര്യങ്ങളോ ഫെസിലിറ്റിയോ ഇല്ലാത്ത കാലത്ത് സ്വന്തമായി ഒരു ബാങ്കിനെ കൂടെ കൊണ്ടു നടന്നയാളാണ് യേശു കർത്താവ്. देखो आज की तारीख के जैसे एटीएम या एटीएम कार्ड की सुविधा नहीं होने के बावजूद भी यीशु मसीह अपना खुद का बैंक लेकर चलते थे. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? क्या आप लोग विश्वास करते हैं? പുതിയ സന്ദേശമായിട്ട് നിങ്ങളുടെ കാതുകളിലേക്കൊക്കെ വരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. मुझे मालूम है नए संदेश के रूप में आपके पास ये संदेश पहुंच रहा है. നിങ്ങൾ ആത്മാവിലിരുന്നോ ദൈവാത്മാവ് കർത്താവ് നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണ്. मगर आत्मा में आप वचनों को समझते रहे, परमेश्वर हमारे लिए भी कुछ करने जा रहे हैं. 13 പേര് യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്നു. 12 പേര് യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്നു. 12 लोग यीशु मसीह के साथ 3.5 साल तक हमेशा उनके साथ रहे हैं. ഈ 12 പേർക്കും കുടുംബങ്ങളുണ്ട്. इन 12 लोगों का अपना अपना परिवार भी है. അതിൽ ചിലർ വിവാഹിതരാണ്. कुछ लोग शादीशुदा थे, അവർക്ക് പിള്ളേരുണ്ട്. उनके बच्चे भी है. പക്ഷേ ഈ 3.5 വർഷം അവർ ഒരു പണിക്കും പോയി. मगर 3.5 साल तक हम देखते हैं यीशु के जो 12 चेले थे उनमें से कोई भी किसी भी काम को करने के लिए नहीं गया. 3.5 വർഷം അവരുടെ കുടുംബത്തെ കർത്താവിന്റെ പണം കൊണ്ട് പോറ്റി. मगर 3.5 साल तक यीशु मसीह के हाथों में जो पैसे थे उन पैसों में से उनका भी हालेलुया ध्यान उन्होंने रखा. കൂടെ നടക്കുന്നവരെ അവൻ പോറ്റിയിരിക്കും. देखो उसके साथ चलने वाले लोगों का भी वो ध्यान रखने वाला परमेश्वर है. ഇപ്പോ കൊറോണ കാലമായപ്പോ കൂടെ നടന്ന പലരും ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. और इस कोरोना के समय में हम देखते हैं हमारे साथ जितने लोग चलते थे अब वो बिजनेस करने के लिए निकल पड़े हैं. പലരും പല പരിപാടികളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. जो लोग यीशु के साथ चलते थे मगर आजकल अपने मुसीबतों में अपनी जरूरतों को पूरा करने के लिए अनेक कामों की ओर निकल चुके हैं. കർത്താവിന്റെ കൂടെ നടക്കുന്നവർ जो लोग അവൻ അവരുടെ വിശപ്പറിയാം, അവൻ അവനെ പോറ്റിയിരിക്കും. यस हालेलुया, जो लोग यीशु के साथ चलते हैं वो यीशु उनकी भूख को जानता है, उनके जीवन की जरूरतों को जानता है, वो जरूर उनके लिए पूरा करेगा. നിന്റെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നടത്തിയിരിക്കും. आपकी जीवन की जरूरतों को मेरा परमेश्वर पूरा जरूर करेगा. അതിന് പവറുള്ള ഒരു ദൈവത്തെയാണ് നീ സേവിച്ചുകൊണ്ടിരിക്കുന്നത്. क्योंकि उतने सामर्थी परमेश्वर की आप लोग सेवा कर रहे हैं. പത്രോസിന് കടമടിക്കേണ്ട പൈസയുടെ സമയം എത്തിയപ്പോൾ അവൻ ഇല്ലെന്ന് കർത്താവിന് മനസ്സിലായി. पतरस को हालेलुया जब कर भरने का समय आ गया था, यीशु जानते थे कि उसके पास पैसे नहीं है. ഒരു പിടിക്ക് വേണ്ടി പുള്ളി മാറ്റി വെച്ചിരുന്ന ഒരു ചൂണ്ടയുണ്ടായിരുന്നു കയ്യിൽ. यीशु ने हालेलुया पतरस ने अपने लिए एक हालेलुया एक कांटा जो है, जो मछली पकड़ने का कांटा जो होता है, उसने अपने लिए अलग करके रखा था. കർത്താവിനെ ഒന്നും മറക്കാൻ പറ്റുകയില്ല. देखो परमेश्वर के सामने आप लोग कुछ भी नहीं छुपा सकते हो. എടുത്തോളം പറ. परमेश्वर ने यीशु ने पतरस को बोला कि तू जाकर वो अपना मछली पकड़ने वाला कांटा दोबारा ले आ. കരയിൽ പണം ഉണ്ടെന്ന് നമുക്കറിയാം. हम जानते हैं कि वहां पर पैसा है. കടലിലും പണം ഉണ്ടെന്ന് കർത്താവ് തെളിയിച്ചു. देखो किनारे में या दुनिया में पैसा है करके हम जानते हैं, मगर यीशु ने उस दिन प्रकट किया कि समुद्र में भी पैसा छुपा है. വേണ്ടി കടലിനകത്തും പൈസയുണ്ട്. आपके लिए समुद्र में भी परमेश्वर ने उस पैसे को रखा है. നിനക്ക് വേണ്ടി നന്മ നമ്മുടെ കർത്താവിന് അറിയാം. അവൻ അതിനെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. आपके लिए पैसे प्रभु ने छुपा कर रखे हैं. जब जरूरत होगी परमेश्वर आपके लिए वो प्रकट करेगा. നിന്റെ നന്മ നിന്റെ കയ്യിൽ വന്നിരിക്കും. आपकी भलाइयां, आपकी आशीषें आपके हाथों में पहुंचेगी. അടുത്ത പദത്തിലേക്ക് ഞാൻ വരികയാണ്. പരിശുദ്ധാത്മാവും പണവും. अगले पद में मैं आऊंगा, पवित्र आत्मा और धन. യേശു കർത്താവിന്റെ കൂടെ 3.5 വർഷം നടന്ന സമയത്ത് ഇവർക്ക് പൈസ ആവശ്യമില്ലായിരുന്നു. ഇവർക്ക് വേണ്ടായിരുന്നു. കാരണം കർത്താവ് കൊടുക്കുന്ന നന്മയുണ്ടായിരുന്നു. यीशु मसीह के साथ यीशु के चेले जो 3.5 साल तक यीशु के साथ थे, इसलिए उस दौरान उनको पैसे की जरूरत नहीं थी, क्योंकि उनकी सारी जरूरतें यीशु मसीह पूरा कर रहे थे. പക്ഷെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവിനെ കല്ലറയിൽ വെച്ചതിന് ശേഷം मगर यीशु मसीह को വള്ളം എടുത്തു കടലിറങ്ങി. देखो हम देखते हैं यीशु मसीह के मृत्यु के बाद कब्र में जब रखा गया, स्वर्ग में जाने से पहले ही पतरस जो है अपना नाव हालेलुया और जाल उठाकर वापस मछली पकड़ने के लिए गया. കർത്താവ് കടൽ തീരത്ത് വെച്ച് പത്രോസിനെ പ്രത്യക്ഷനാകുന്നു. मगर उस समुद्र के किनारे यीशु मसीह दोबारा पतरस के सामने प्रकट होते हैं. ഏകദേശം 40 ദിവസത്തോളം ഇവരോട് ഒന്നിച്ച് നടന്നു. लगभग 40 दिन तक यीशु मसीह उनके साथ ही चलते रहे. അനന്തരം കർത്താവ് എടുക്കപ്പെട്ടു. तत्पश्चात यीशु मसीह भी स्वर्ग की ओर उठा लिए गए. കാര്യം പറഞ്ഞിട്ടാണ് പോയത്.
നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. यीशु मसीह ने जाने से पहले अपने चेलों से कहा था कि तुम पवित्र आत्मा का दान पाओगे. ഇവർ 10 ദിവസം കാത്തിരുന്നു പരിശുദ്ധാത്മാവിന്. उन्होंने पवित्र आत्मा के लिए 10 दिन तक इंतजार किया. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വ്യാപരിച്ചു. पेंतिकुस्त का दिन जब आया तो पवित्र आत्मा की सामर्थ उनके ऊपर आ गई. അതിനുശേഷം നാം കാണുന്നുണ്ട് उसके बाद हम देखते हैं വ്യക്തികളെല്ലാം വിറ്റു പിറക്കി പത്രോസിന്റെ എല്ലാം ശിഷ്യന്മാരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് നന്മ വെക്കാൻ തുടങ്ങി. वहां पर लोगों ने जो कुछ उनके पास था सारी आशीषों को बलाइयों को बेच बाच कर पतरस और यीशु के जितने प्रेरित लोग थे उनके चरणों में आकर उन्होंने उन धन संपत्ति को रख दिया. അതിനകത്ത് ദൂത് ഇതാണ്, उसमें से भी संदेश मैं ये कहना चाहता हूं, അഭിഷേകം വ്യാപരിച്ചതിന് ശേഷം अभिषेक के आने के बाद ഒരു പ്രാവശ്യം പോലും പുറകോട്ട് നോക്കേണ്ട വന്നിട്ടില്ല. देखो एक बार भी फिर उसको मुड़कर पीछे की ओर नहीं देखना पड़ा. യഥാർത്ഥ ദൈവശക്തി നിന്റെ മേൽ വ്യാപരിച്ചാൽ, वास्तविक परमेश्वर की सामर्थ्य यदि आपके ऊपर आ जाए ഒരു പ്രാവശ്യം പോലും ഫിനാൻഷ്യൽ മേഖലയിലേക്ക് തിരിയേണ്ട വരികയില്ല. फिर आर्थिक विषयों की ओर कभी भी आपको मुड़कर देखने की भी जरूरत नहीं पड़ेगी. നിന്റെ നന്മയും പരിശുദ്ധാത്മാവും തമ്മിൽ ബന്ധമുണ്ട്. आपकी भलाई और पवित्र आत्मा के बीच में भी एक बहुत बड़ा तालमेल है. വേദപുസ്തകം പറയുന്ന ഞാൻ പറയുന്ന ഒരു ഭക്തന്റെ പണവുമായിട്ട് പരിശുദ്ധാത്മാവിന് ബന്ധമുണ്ട്. मैं इस प्रकार कहना चाहता हूं कि एक भक्त के जीवन में जो धन संपत्ति है उसके साथ पवित्र आत्मा का भी एक संबंध है. ഈ വിശ്വസ്തയോടെ യേശുവിന്റെ കൂടെ നടന്നാൽ നിന്റെ കാര്യങ്ങൾ അവൻ നടത്തിയിരിക്കും. यदि विश्वास योग्यता के साथ आप यीशु के पीछे चलते रहेंगे तो आपकी जीवन की जरूरतों को भी मेरा परमेश्वर पूरा करेगा. വിശ്വസ്തയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ചാൽ നിനക്ക് ആവശ്യമുള്ള നന്മ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കും. यदि विश्वास योग्यता के साथ आप पवित्र आत्मा की भरपूरी में जिएंगे तो आपके जीवन की जरूरतों को भी वो पूरा करेगा. അതുപോലെ വേദപുസ്തകം പഠിപ്പിക്കുകയാണ്, കൊടുപ്പിനെന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. इस प्रकार परमेश्वर का वचन हमें फिर सिखाता है, तुम दोगे तो तुम्हें भी दिया जाएगा. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. परमेश्वर के नाम की महिमा के लिए आपको देना है. അത് മുഖാന്തരം നീ അനുഗ്രഹിക്കപ്പെടും. उसके द्वारा आप लोग आशीषित होंगे. നിനക്കൊരു ക്ഷാമമുള്ളപ്പോൾ കർത്താവ് നിന്റെ കൂടെ നിൽക്കും. आपके जीवन में जब अकाल आएंगी, मुश्किलें आएंगी तो परमेश्वर आपके साथ रहेगा. ലാസ്റ്റ് അടഹ അത് ഏലിയാവിന് കൊടുത്തൊരു സഹോദരിയെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. एक बहन के बारे में वचन हमें सिखाता है जिसने अपनी आखिरी रोटी एलिया को दे दिया था. ആഹാബിന്റെ അരമനയിൽ ക്ഷാമം കയറിയിട്ടും വിധവയുടെ കലത്തിൽ ക്ഷാമം കയറാൻ ദൈവം സമ്മതിച്ചില്ല. मगर वचन हमें सिखाता है कि आहाब के राजमहल में भी हालेलुया वो गरीबी आ गई, अकाल आ गया, मगर उस विधवा स्त्री के घर में उसकी रसोई में किसी चीज की कमी नहीं हुई. കുടുംബത്തിൽ ക്ഷാമം കയറാൻ ദൈവം സമ്മതിക്കുകയില്ല. आपके घर में अकाल आने की नौबत परमेश्वर नहीं देगा. സാമ്പത്തിക മേഖലയിലുള്ള കെട്ടുകളെ ഞാൻ ആത്മാവിൽ ശാസിക്കാൻ പോകുകയാണ്. आर्थिक हालेलुया मंडली में जो भी बंधन है मैं आत्मा में उसको डांटने जा रहा हूं. ദൈവം നിന്നെയും ബ്ലസ് ചെയ്യാൻ പോകുകയാണ്. परमेश्वर आपको भी आशीष देने जा रहा है. എത്ര പേർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും? कितने लोग आत्मा में प्रार्थना कर सकते हैं? നിനക്ക് ഈ ദിവസങ്ങളിൽ ചെറിയ നന്മയല്ല വലിയ നന്മകൾ ആവശ്യമുണ്ട്. इन दिनों में आपको छोटी जरूरतें नहीं मगर आपके जीवन में बड़े भलाई की जरूरत है. ഞാൻ പറയുന്നത് ലക്ഷങ്ങളുടെ കഥകളല്ല, ഞാൻ പറയുന്നത് കോടികളുടെ കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത്. मैं केवल लाखों की बात नहीं कर रहा मगर मैं करोड़ों की बात करने जा रहा हूं. ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കാൻ പോകുകയാണ്. परमेश्वर बड़ी बड़ी सेवकाइयों के लिए आपको तैयार कर रहा है. വലിയ ദൈവപ്രവർത്തികൾക്ക് വേണ്ടി ആത്മാവ് നിങ്ങളെ ഒരുക്കാൻ പോകുകയാണ്. परमेश्वर के अद्भुत कामों के लिए परमेश्वर आपको तैयार कर रहा है. അഭിഷേകത്തോടു കൂടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मैं अभिषेक के साथ आप लोगों के लिए प्रार्थना करने जा रहा हूं. കെട്ടഴിയാൻ ആഗ്രഹമുണ്ട്. कितने लोग चाहते हैं कि मेरे जीवन का बंधन खुले? എത്ര പേർക്ക് ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട്? कितने लोग एक छुटकारा चाहते हैं? ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. आत्मा में प्रार्थना करना शुरू करे. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭിഷേകത്തോടെ കൽപ്പിക്കുകയാണ്. मैं आपके लिए अभिषेक में होकर मैं कहता हूं കുടുംബങ്ങളുടെ കടത്തിന്റെ കെണികൾ പൊട്ടിമാറട്ടെ. कुछ परिवारों में से उस कर्ज का बंधन टूट जाए. ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ കയ്യിൽ വരുന്ന പൈസയെ 4 ദിശകളിൽ ചിതറിക്കുന്ന പൈശാചിക ഭൂതങ്ങളെ ഞാൻ അഭിഷേകത്തോടെ ശാസിക്കുകയാണ്. यस अपने जीवन की जरूरतों को भी पूरा ना कर पाते हुए जो पैसा हाथों में आता है उसको 4 दिशाओं में बांटने वाले अंधकार की शक्तियों के कामों को मैं आत्मा में डांटता हूं. ദൈവത്തിന്റെ മഹത്വം നിന്റെ മേൽ ചലിക്കട്ടെ. परमेश्वर की महिमा आपके ऊपर प्रकट होने पाए. അധികാരത്തോടെ ഞാൻ കൽപ്പിക്കുകയാണ്. अधिकार में मैं होकर कहता हूं സാമ്പത്തിക മേഖലയിൽ നിന്നെ ബന്ധിച്ചിട്ട് മാനസികമായി ഒതുക്കുന്ന അനുഭവങ്ങളുടെ മേൽ ജയമെടുക്കുകയാണ്. आर्थिक हालेलुया रीति से आपको बांधकर, मानसिक रीति से आपको बांधकर शैतान की शक्तियां जो प्रबल हुई है उसको मैं यीशु के नाम में डांटता हूं. ന്യായമായി നിന്റെ കൈവശം വരേണ്ട നന്മകളെ പിടിച്ചു വെക്കുന്ന എതിരുകളെ ഞാൻ ആത്മാവിൽ ശാസിക്കുകയാണ്. न्याय रूप से आपके हाथों में जो धन संपत्ति लानी है उसको रोकने वाली हर एक अंधकार की शक्तियों को मैं डांटता हूं.
യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ആത്മാവിൽ ജയമെടുക്കുകയാണ്. यीशु के अधिकारी नाम में मैं आत्मा में जयवंत होता हूँ. നിന്റെ നന്മകൾ തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. आपकी आशीषें खुल जाने के लिए मैं कहता हूँ. യേശുവിൻ നാമത്തിൽ ഇവരുടെ തലമുറകളുടെ നന്മകൾ തുറന്നു വരട്ടെ. यीशु के नाम में इनके संतानों के ऊपर परमेश्वर की आशीष आने पाए. ഉറവ തുറന്നു വരുന്നത് പോലെ, जिस प्रकार एक सोता खुलकर आता है, തന്റെ ജനത്തിന് വേണ്ടി ഉറവ തുറന്നു വരുന്നത് പോലെ, परमेश्वर अपने लोगों के लिए जिस प्रकार एक सोता खुलता है, ഈ ജനത്തിന് വേണ്ടി നന്മകൾ തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. परमेश्वर इन लोगों के ऊपर परमेश्वर की आशीष आने के लिए मैं कहता हूँ. ജീവിതത്തിൽ പൗലോസിനെ ബ്ലസ് ചെയ്ത കർത്താവ് जीवन में पौलुस को आशीष देने वाला परमेश्वर ജനത്തിനെയും ആത്മാവിൽ ബ്ലസ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയാണ്. इन लोगों को भी आत्मा में आशीष देने के लिए मैं कहता हूँ. ഇവരുടെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ കൽപ്പിക്കുകയാണ്. इनकी सेवकाई आशीषित होने के लिए मैं कहता हूँ. ആയിരങ്ങൾക്ക് ദാനം ചെയ്യാനുള്ള നന്മകൾ ഇവരുടെ കൈവശം കൊടുക്കാൻ ഞാൻ കൽപ്പിക്കുകയാണ്. हजारों के जीवन में हालेलुया भलाई करने के लिए धन संपत्ति इनको देने के लिए मैं प्रार्थना करता हूँ. ആയിരക്കണക്കിന് ദൈവജനം ഒന്നിച്ച് ആത്മാവിൽ ആരാധിക്കുന്ന വലിയ ചർച്ചുകൾ ഒരുക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. हजारों की संख्या में परमेश्वर के लोग एक साथ प्रभु की आराधना करने वाली कलीसियां तैयार होने के लिए मैं प्रार्थना करता സകല हूँ. നന്മകളും ദൈവാത്മാവ് കൈമാറേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. हर एक भलाइयों को परमेश्वर देने के लिए मैं प्रार्थना करता हूँ. യേശുവിന് അധികാരമുള്ള നാമത്തിലെല്ലാ കെട്ടുകളും അഴിയട്ടെ. यीशु के अधिकारी नाम में हर एक बंधन खुल जाए. ഈ ജനത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. इन लोगों के ऊपर परमेश्वर की सामर्थ्य उतर आने पाए. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. ताली बजाकर जो परमेश्वर की स्तुति कर सकते हैं परमेश्वर की അഭിഷേകത്തോടെ स्तुति करें. ആത്മാവിൽ സ്തുതിക്കാൻ കഴിയുന്നവർ അഭിഷേകത്തോടെ സ്തുതിക്കുക. अभिषेक में जो लोग परमेश्वर की स्तुति कर सकते हैं स्तुति करे. പരിശുദ്ധാത്മാവ് ചിലത് പരിഹരിക്കാൻ പോകുകയാണ്. परमेश्वर की आत्मा आपके जीवन की जरूरतों को पूरा करेगा. രഹസ്യം ധരെ വൈഡ പ്രവചന രഹസ്യാരകേന അക്കം മഹൽ കന സിയാദെ വർദ്ധ ജഗൽ കമനാരെ ഹസിയതി വൈശസിയാന एकता मनोहग सियादल वैश्य प्रवचगल कना सियारगेना ताकि मन भी आधा मेन खवसिया दी अर्ध जगल कना सियारगेना दियारा हकीकत जिंदगी पर मी सोच के कसिया दी वर्ध जगल की नजियारेना रूबा लगा रगसियम दर वैशसी प्रवचन रगसियारगेना जबादल वैडने प्रवचन रगसियादल प्रभुशसी मन दिया तनारगाना जगतिने मेल दैव शक्ति व्यापरिकटे परमेश्वर इन लोगों दैव शक्ति व्यापरिकटे हालेलुया इन लोगों के ऊपर परमेश्वर की सामर्थ्य उतराने पाए. ജനത്തിന്റെ മേൽ ദൈവ പ്രവൃത്തി ഉണ്ടാകട്ടെ. इन लोगों के ऊपर परमेश्वर के काम प्रकट होने पाए. അവരുടെ പേഴ്സിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. उनके बटुए में परमेश्वर की सामर्थ्य उतराने पाए. പേഴ്സുകൾ അടുത്തുള്ളവർ പേഴ്സുകൾ എടുത്ത് കൈ പിടിക്കുക. जिनके हाथों में हालेलुया बटुआ रखा है वे अपने बटुए को अपने हाथों में ले सकते हैं. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. मैं आत्मा में प्रार्थना करने जा रहा हूँ. ഒരു നിയോഗത്തോടു കൂടി എന്റെ അകത്ത് ഒരു പ്രത്യേക നിയോഗം വന്നതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ हालेलुया मेरे अंदर इस प्रकार की एक अगुवाई आई है इसलिए मैं इस अगुवाई में होकर प्रार्थना करना चाहता हूँ. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. मैं आत्मा में प्रार्थना करता हूँ. കർത്താവേ, ഈ ജനത്തിന്റെ നന്മകളെ തടയുന്ന സകല എതിരുകളെയും परमेश्वर इन लोगों की आशीषों को रोकने वाले हर एक അഭിഷേകത്തോടെ ശാസിക്കുകയാണ്. अभिषेक में होकर मैं उसको डांटता हूँ. ഈ ജനത്തിന് നന്മയുണ്ടാകട്ടെ. इन लोगों के जीवन में भलाई आने पाए. ഇവർ മുഖാന്തരം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ. इनके द्वारा अनेक लोग आशीष पाने पाए. ധാരാളം വിധവമാരെ സംരക്ഷിക്കാനുള്ള നന്മ ദൈവം ഇവർക്ക് കൊടുക്കട്ടെ. अनेक विधवाओं को संभालने के लिए सुरक्षित रखने के लिए प्रभु उनके जीवन में भलाइयों दे. അനാഥർക്ക് കൊടുക്കാനുള്ള നന്മ ദൈവം ഇവർക്ക് കൊടുക്കട്ടെ. अनाथों को देने के लिए परमेश्वर उनके हाथों में परमेश्वर आशीष दे. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ദൈവികം നന്മ ഇവർക്ക് കൊടുത്താട്ടെ. अभी मेरे पास सब कुछ है और बहुतायत से है, इस बातों को बोलने के लिए परमेश्वर भलाइयों से उन्हें तृप्त कर दे. ഇവരുടെ കണ്ണു നിറയുന്ന ഈ വിഷയത്തിൽ കർത്താവ് അത്ഭുതം ചെയ്താട്ടെ. परमेश्वर इनके आंसू जो इस विषय में बह रहे हैं आप एक चमत्कार उनके लिए करने पाए. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, पवित्र परमेश्वर അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. आशीषित इस सुंदर समय के लिए आपको धन्यवाद देते हैं. ഇവരുടെ പേഴ്സിനെ നീ തൊടേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. परमेश्वर इनके पर्स को छूने के लिए मैं आपसे प्रार्थना करता हूँ. 2020 വ്യാപരിച്ച സാമ്പത്തിക നഷ്ടം ഒന്നും परमेश्वर 2020 में जितनी आर्थिक हालेलुया मंदी इनके जीवन में आई है 2021 ഇവരെ പിന്തുടരാതെ हालेलुया उनमें से एक भी हालेलुया 2021 में उनका पीछा ना करने पाए. 2021 ഇവർക്ക് അനുഗ്രഹമായി മാറുവാൻ 2021 इनके जीवन में एक आशीष का साल होने के लिए അങ്ങ് അടിയന്റെ മേൽ വെച്ച അഭിഷേകത്താൽ ഞാൻ ഇവരെ ആത്മാവിൽ ബ്ലസ് ചെയ്യുകയാണ്. परमेश्वर आप मेरे ऊपर दिए हुए उस अभिषेक में होकर मैं इनको आशीषित करता हूँ. ഈ
ഈ ജനത്തിന്റെ മേൽ ദൈവിക നന്മകൾ തുറന്നു വരുന്നതിനായി സ്തോത്രം. इन लोगों के ऊपर परमेश्वर की भलाइयां खुल रही है, उसके लिए धन्यवाद करते हैं। ഇവരറിയാത്ത ദൈവപ്രവർത്തികൾ ഇവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. परमेश्वर ये लोग भी नहीं जानते होंगे उस प्रकार के अद्भुत कामों को आप कर रहे हो, उसके लिए धन्यवाद। പ്രാർത്ഥന സ്വീകരിച്ചതിന് നന്ദി. प्रार्थना को आपने स्वीकार किया, धन्यवाद करते हैं യേശുവിൻ നാമത്തിൽ പിതാവേ. यीशु के नाम में पिता, ആമേൻ. आमेन। കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आप सबको आशीषित करें। നാം വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്, हम वचन में इस प्रकार देखते हैं, പത്രോസിനോട് മീൻ പിടിക്കാൻ പറയുന്ന സമയത്ത് पतरस से जब मछली पकड़ने के बारे में यीशु मसीह जब कह रहे हैं, ഒരു കൊച്ചു വള്ളവും വലിയ വലയും കൊണ്ട് നടന്നയാളാണ് പത്രോസ്. पतरस एक छोटी नाव और बड़ा जाल लेकर चलने वाला एक व्यक्ति था। അത് വള്ളം ചെറുതായിരുന്നെന്ന് ഞാൻ പറയാൻ കാരണം, नाव छोटा है इसलिए मैं बोल रहा हूं വല നിറഞ്ഞപ്പോ വള്ളത്തിൽ ഒതുങ്ങിയില്ല. क्योंकि वचन में हम देखते हैं जब जाल भर गया तो वो जाल उस नाव में समा ना पाया। അപ്പോ വള്ളം ചെറുതും വല വലുതുമായിരുന്നു. इसका मतलब है उसकी नाव छोटी थी मगर जाल बहुत बड़ी थी। ഈ ചെറിയ വള്ളം കൊണ്ട് നടക്കുന്ന പത്രോസിനോട് ഞാൻ ചോദിച്ചു, इस छोटे नाव लेकर चलने वाले पतरस से मैंने पूछा ഇതെന്താ ചെറിയ വള്ളവും വലിയ വലയായിട്ട് നടക്കുന്നത്? कि आप इस छोटे नाव और बड़ी जाल लेकर क्यों चलते हो? പത്രോസിന്റെ മറുപടി, पतरस ने इस प्रकार बोला, ഇതുപോലും നിറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. मैं तो इतना भी विश्वास नहीं करता कि ये छोटी नाव भी मेरी भरेगी। പക്ഷെ കർത്താവ് വെളിപ്പെടുത്തി, मगर परमेश्वर ने इस बात को साबित किया നിന്റെ വള്ളം പോരാ, कि तेरा नाव जो है वो काफी नहीं है, നിന്റെ വള്ളം പോരാ, तेरा जो छोटा नाव है वो इतना काफी नहीं है। സമൃദ്ധിയായിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് പോലെ पौलुस जैसे कहता है कि मैं बहुतायत की आशीष में हूं, പത്രോസിനെ കർത്താവ് സമൃദ്ധമാക്കി. पतरस को भी परमेश्वर ने बहुतायत से आशीषित किया। അന്ന് അവന്റെ കണ്ണ് നിറഞ്ഞു, उस दिन उसकी आंखें भर गई, അവന്റെ പോക്കറ്റ് നിറഞ്ഞു, उसका पॉकेट भर गया, അവന്റെ വള്ളം നിറഞ്ഞു, उसकी नाव भर गई, അവന്റെ വല നിറഞ്ഞു. उसका जाल भर गया। നിന്റെ സമസ്ത മേഖലയിലും കർത്താവ് നിറയ്ക്കും. आपके जीवन में भी हर एक मंडली में परमेश्वर आपको भरेगा। എല്ലാ നന്മയും കണ്ട് നിന്റെ കണ്ണ് നിറയും. हर एक भलाइयों को देखकर आपकी आंखें भी भर जाएंगी। ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा परमेश्वर आपको आशीषित करे। വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഒരു ആമേൻ നിങ്ങൾ പറഞ്ഞു. अगर ये वचन आपके लिए आशीष का कारण बना है तो एक आमीन आप बोलिएगा। ഈ പകൽ ദൈവം നിങ്ങൾക്ക് ഒരു നന്മ നൽകി തരും. यस हालेलुया। आज दिन में भी परमेश्वर आपको एक भलाई देगा। ഉദിച്ച സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഒരു നന്മ നിങ്ങൾ പ്രാപിച്ചിരിക്കും. आज के ये सूर्य जो उदय हुआ है, आज रात शाम को अस्त होने से पहले एक ना एक भलाई जरूर आज के दिन आप पाओगे। വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. यस इन वचनों के द्वारा परमेश्वर आपको आशीषित करे।